സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്. ഒരു മിനിറ്റ്. എല്ലാം എത്തിയല്ലോ? എല്ലാം എത്തിയോ? ഫുഡ് കഴിച്ചോടല്ലോ? ഫുഡ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളവര് കഴിച്ചു. കഴിച്ചല്ലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. യെസ്, കഴിച്ചു. സ്റ്റാർട്ട് ചെയ്യാം. ചില പഠിക്കുന്നുണ്ടല്ലോ അവര്. പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ എല്ലാവരും? കമന്റ്. പഠിക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്യാം. അത് മറന്നു പോകുന്നത് വീണ്ടും വായിക്കുക കേട്ടോ. ഈ പറഞ്ഞ ഇത് മറന്നു പോകുന്നില്ലേ, അത് വീണ്ടും വായിക്കുക കേട്ടോ. ഓരോ കാര്യങ്ങൾ നമ്മൾ അത് ഒരിക്കൽ മാത്രം പഠിച്ചിട്ടിരിക്കരുത്. എപ്പോഴും വീണ്ടും നല്ല വായനാശീലം കൂട്ടണം കേട്ടോ. എപ്പോഴും ഇത് വായനാശീലം നല്ലതാണ്. എപ്പോഴും இந்த വായനാശീലമാണ് നിങ്ങളുടെ ഏറ്റവും വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നില്ലേ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടായിരുന്നോ? ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇട്ട ഈ പറഞ്ഞ ഇത് ഹോർമോൺസിനെ കുറിച്ചും സ്റ്റേജസ് എല്ലാം കുറിച്ച് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ പറഞ്ഞ ഓർമ്മ വരുന്നുണ്ടോ? ഒരു ഉത്തരം ഓർമ്മ വരുന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉത്തരം ഓർമ്മ വരുന്നുണ്ടോ? അതെന്താണ്, ഇതെന്താണ്, അതല്ലേ ഉത്തരം വന്നിട്ടുണ്ടോ? കണ്ടല്ലോ, പഠിക്കുക കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ്, നമ്മൾ ഇതുവരെ ഓർഗൻസ് എല്ലാം കണ്ടു. നൗ നമുക്ക് നോക്കാം ദ മെൻസ്ട്രൽ സൈക്കിൾ. സ്റ്റാർട്ട് ചെയ്യാം. ദ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാമോ? എവിടെ സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്. എന്താണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെൻസ്ട്രൽ സൈക്കിളിൽ മറ്റു വിധതയുണ്ടോ? ദ മെൻസ്ട്രൽ സൈക്കിൾ വേറെ പേരുണ്ടോ? ദ മെൻസ്ട്രേഷൻ ഒന്നും ദ മെൻസസ് എന്ന് പറയാറില്ലേ? നമുക്ക് എങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദ മെൻസ്ട്രൽ സൈക്കിളിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സാധാരണ ഇതിൽ ഇത് ചോദിക്കാറുണ്ട്, എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പീരിയോഡിക്കലായിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണോ? ദ പീരിയോഡിക്കലി ഉണ്ടാകുന്ന ചേഞ്ചസ് എവിടെയൊക്കെ പ്രധാനമായി ഉണ്ടാകുന്നത്? മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇത് ചേഞ്ചസ് എപ്പോഴും അത് ഉണ്ടാകുന്നത് എവിടെയൊക്കെയാ? ഓർഗൻസ് ലൈക്ക് ഏതൊക്കെ ഓർഗൻസില? ദ പീരിയോഡിക് ആയിട്ട്, റെക്കറന്റ് ആയിട്ട്, ഫീമെയിൽസിൽ ഇത് ഏത് ഓർഗൻസിലൊക്കെയാണ് ദ മെൻസ്ട്രൽ സൈക്കിൾ അഫക്ട് ചെയ്യുന്നത്? ഏതൊക്കെ ഓർഗൻസ് ഉണ്ട്? ഓവറീസ് ഉണ്ടോ? ഓവറീസ് ഉണ്ടല്ലേ? ഓവറീസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈന ഉണ്ടോ? ഓവറീസും സെർവിക്സും വജൈനയിൽ എപ്പോഴും ദ ചേഞ്ചസ് അഫക്ട് ചെയ്യുന്നത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും റെക്കറന്റ് ആയിട്ട് തന്നെ, പീരിയോഡിക്കൽ ആയിട്ട് തന്നെ അല്ലേ? ഈ പറഞ്ഞ ഓവറീസിനെയും അതുപോലെ തന്നെ സെർവിക്സിനെയും വജൈനയും ചേഞ്ചസ് വരുത്താറുണ്ട് അല്ലേ? യൂട്രസ് ഉണ്ടോ? ഉണ്ടല്ലോ. യൂട്രസ് ഇല്ലേ? യൂട്രസിലല്ലേ? യൂട്രസിലും അസോസിയേറ്റ് ഓർഗൻസ് ഏതൊക്കെയാ? യൂട്രസിലും അതുപോലെ തന്നെ അസോസിയേറ്റ് ഓർഗൻസ് ഏതൊക്കെയാ? ഓവറീസ്, സെർവിക്സ്, വജൈന ഉണ്ടാവാറുണ്ട്. ആക്ച്വലി യൂട്രസിനകത്തല്ലേ മെയിൻ ആയിട്ട് വരുന്നത്? ആക്ച്വലി യൂട്രസിനകത്തുണ്ട മെയിൻ ചേഞ്ച് അല്ലേ ഇത്? ആക്ച്വലി യൂട്രസിനകത്ത് വരുന്നത് മെയിൻ ചേഞ്ച് അല്ലേ ഈ പറഞ്ഞ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്? ഇപ്പൊ ബാക്കി ഓർഗൻസ് എല്ലാം അസോസിയേറ്റ് ഓർഗൻസ് അല്ലേ?
ശരിയല്ലേ? ബാക്കി വരുന്ന ഓർഗൻസ് എല്ലാം അസോസിയേറ്റ് ഓർഗൻസ് അല്ലേ? ഈ പറഞ്ഞ ഓവറീസ്, സെർവിക്സ്, വജനൊക്കെ. എപ്പോഴും ഇത് മെയിൻ ചേഞ്ച് വരുന്നത് എവിടെയാ? മെയിൻ ചേഞ്ച് വരുന്നത് എവിടെയാ? യൂട്രസിനകത്താണോ? ആണോ? യൂട്രസിനകത്താണോ? ആണ്. എത്ര നാളാണ് ദ നോർമൽ സൈക്കിൾ ഡ്യൂറേഷൻ? എത്ര നാളാണ് ദ നോർമൽ സൈക്കിൾ ഡ്യൂറേഷൻ? എത്ര ദിവസമായി? 28 ദിവസം അല്ലെ? എപ്പോഴും ദ നോർമൽ സൈക്കിൾ ഡ്യൂറേഷൻ 28 ദിവസം. ആ 28 ദിവസത്തെ നമുക്ക് എത്ര ഫേസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും? 28 ദിവസത്തെ നമുക്ക് എത്ര ഫേസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും? സൈക്കിളിൽ എപ്പോഴും 4 ഫേസ് അല്ലേ? സൈക്കിളിൽ എപ്പോഴും 4 ഫേസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? 4 അല്ലേ? 4 സൈക്കിളിൽ എപ്പോഴും 4 ഫേസ് ആയി ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാ? എത്ര പേരൊക്കെയാ? 4 പേരറിയാമോ? സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ പ്രീ ഓവുലേറ്ററി ഫേസ് അല്ലേ? ഫസ്റ്റ് വൺ ഈസ് ദ പ്രീ ഓവുലേറ്ററി, അല്ലെങ്കിൽ മറ്റൊരു പേര് ഏതാ? ഇത് പ്രോലിഫറേറ്ററി ഫേസ് ആണോ? ദ പ്രീ ഓവുലേറ്ററി അല്ലെങ്കിൽ ദ പ്രോലിഫറേറ്ററി ഫേസ് ആണോ? ഫസ്റ്റ് ഫേസ് ഏതാ? ദ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റ് ഫേസ് ഏതാ? ദ പ്രീ ഓവുലേറ്ററി അല്ലെങ്കിൽ ദ പ്രോലിഫറേറ്ററി ഫേസ് എന്ന് വിളിച്ചൂടെ? വിളിക്കാം. എത്രയാ ഇതിന്റെ ഡ്യൂറേഷൻ? ഫസ്റ്റ് സ്റ്റേജ് ആയ, ഫസ്റ്റ് ഫേസ് ആയ ദ പ്രീ ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ദ പ്രോലിഫറേറ്ററി ഫേസ് എത്ര ദിവസമാണ് ഡ്യൂറേഷൻ? 9 ദിവസം അല്ലേ? ഡ്യൂറേഷൻ എത്രയാ? 9 ദിവസം. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇവിടെ. ഒരു സൈക്കിളിന്റെ ഇത് ലെങ്ത് വ്യത്യാസം വരില്ലേ? ഇത് ലെങ്ത് കൂടിക്കൂടെ? സൈക്കിളിൽ എപ്പോഴും ഇത് ലെങ്ത് കൂടിക്കൂടെ? കൂടിക്കൂടെ? സൈക്കിളിന് ഇത് ലെങ്ത് കൂടിക്കൂടെ? സൈക്കിളിന് ലെങ്ത് കൂടിക്കൂടെ? ആ ലെങ്ത് കൂടുമ്പോൾ അത് പ്രധാനമായിട്ടും ആ ലെങ്ത് അഫക്ട് ചെയ്യുന്ന ഫേസ് ഏതാ? 4 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സൈക്കിളിന്റെ എപ്പോഴും ലെങ്ത് കൂടുമ്പോൾ ആ സൈക്കിളിനെ അഫക്ട് ചെയ്യുന്ന ഫേസ് ഏത് ചോദിച്ചാൽ ഏതാ? സൈക്കിളിന്റെ ലെങ്ത് കൂടുമ്പോൾ പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്ന ഫേസ് ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഫേസ് ആയ ദ പ്രീ ഓവുലേറ്ററി അല്ലേ, അല്ലെങ്കിൽ ദ പ്രോലിഫറേറ്ററി ഫേസിൽ എപ്പോഴും ഒരു സൈക്കിളിന്റെ ലെങ്ത് കൂടുമ്പോൾ അഫക്ട് ചെയ്യുന്ന ഫേസ് ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഫേസ് ആണ്. അറിയാൻ പാടുന്ന കാര്യം. ഇത് നോർമൽ 9 പക്ഷെ സൈക്കിളിന് വ്യത്യാസം വരുമ്പോൾ എപ്പോഴും ഇതാണ് ചേഞ്ച് വരുന്നത് അല്ലേ? ഇതാണ് എപ്പോഴും സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു പാൽപിറ്റേഷൻ കണ്ടിട്ട് ചെയ്യുന്ന മൊത്തം ഞാൻ ശ്രദ്ധിക്കാണില്ല. ഇന്ന് തുടങ്ങിയപ്പോ തൊട്ട് സംസാരിക്കുമ്പോഴേ സുഖമോ? ഒരു ചോദ്യം വരും, സൈക്കിളിന്റെ ഇത് ലെങ്ത് വ്യത്യാസം വരുമ്പോൾ, ലെങ്തിന് വേരിയേഷൻ വരുമ്പോൾ ഡ്യൂറേഷൻ പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്ന ഫേസ് ഏതാ? അതാ ചോദ്യം. സൈക്കിളിന്റെ ഇത് ലെങ്ത് വ്യത്യാസം വരുമ്പോൾ, ഡ്യൂറേഷൻ വ്യത്യാസം വരുമ്പോൾ അഫക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫേസ് ഏതാ? ചോദ്യം ഇതാണ്, ഏത് ഫേസിലാണ് എപ്പോഴും സൈക്കിളിന്റെ വേരിയേഷൻ അഫക്ട് ചെയ്യുന്നത്? ഇതായിരുന്നു കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. സൈക്കിളിന്റെ ഇത് ലെങ്ത് വേരിയേഷൻ വരുന്ന ഒരേ ഫേസ് ഏതാ? ഏത് ഫേസാ? സൈക്കിളിന് ലെങ്തിൽ വേരിയേഷൻ വരുന്ന ഒരേ ഒരു ഫേസ് ഏതാ? ദ പ്രീ ഓവുലേറ്ററി അല്ലെങ്കിൽ ദ പ്രോലിഫറേറ്ററി ഫേസ് അല്ലേ? ദ പ്രീ ഓവുലേറ്ററി അല്ലെങ്കിൽ ദ പ്രോലിഫറേറ്ററി എപ്പോഴും അഫക്ട് ചെയ്തത്. ക്ലിയർ? വളരെ വ്യക്തമായി പഠിക്കും. കാര്യം പഠിക്കുമ്പോ എല്ലാം വ്യക്തമായി പഠിക്കും. ഇതെപ്പോ തുടങ്ങും, എപ്പോ അവസാനിക്കും? ഈ ഒരു പീരീഡ് എപ്പോ തുടങ്ങും, എപ്പോ അവസാനിക്കും? ഈ ഒരു പീരീഡ് എപ്പോ തുടങ്ങും, എപ്പോ അവസാനിക്കും? അറ്റ് ദ എൻഡ് ഓഫ് ദ മെൻസ്ട്രേഷൻ തൊട്ട് ഓവുലേഷൻ വരെയാണോ? ഈ ഒരു പീരീഡ് ഇത് പ്രോലിഫറേറ്റർ എന്ന് പറയുമ്പോൾ അത് എപ്പോ തുടങ്ങും, എപ്പോ അവസാനിക്കും? ദ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ ദിവസം തൊട്ട് 14 ദിവസം വരെയാണോ? ദ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ ദിവസം മുതൽ 14 ദിവസം. എക്സാക്ട് ചോദ്യം വരും. ദ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ ദിവസം തൊട്ട് 14ാമത്തെ ദിവസം വരെയാണോ? ആണോ? ദ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ ദിവസം തൊട്ട് 14ാമത്തെ ദിവസം വരെയല്ലേ ഈ ഒരു ഫേസ് വരുന്നത്? യെസ് ഓർ നോ? ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 5ാമത്തെ ദിവസം തൊട്ട് അല്ലേ?
അല്ലേ? 14 ദിവസം വരെയല്ലേ? ആ 14 ദിവസം നമ്മൾ വാക്ക് പറയാറുണ്ട്. എന്താ കുഞ്ഞെ? ആ 14ാമത്തെ ദിവസം ഒരു വാക്ക് പറയുമ്പോൾ ഓവുലേഷൻ ആണോ? ഓവുലേഷൻ ആണോ? ആ 14ാം ദിവസം ഓവുലേഷൻ നടക്കും അല്ലേ? 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 അപ്പോ 5 തൊട്ട് 14 വരെ എത്ര ദിവസം ടോട്ടൽ? ഇത് 9 ആണോ? 5 തൊട്ട് 14 വരെ ടോട്ടൽ 9 ദിവസം ഇല്ലേ? സോ ആ 9 ദിവസത്തിൽ നമ്മൾ പറയുന്ന ഫേസ് ഏതാ? 5 മുതൽ 14 ദിവസം വരെയാണ് നടക്കുന്നത്. ആ 9 ദിവസത്തിൽ പറയുന്ന പേരെന്താ? ദ പ്രോലിഫറേറ്ററി ഫേസ്. അല്ലേ? അല്ലേ? ക്ലിയർ ആയോ? അപ്പോ ഇവിടെ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാവല്ലേ? ഇതിന്റെ ലെങ്ത് കൂടുകയാണെങ്കിൽ എപ്പോഴും അഫക്ട് കൂടെ അല്ലേ? അല്ലേ? ലെങ്ത് കൂടുതലാണ്. ഇത് ഓവുലേഷൻ എപ്പോഴും 14 ദിവസം നടക്കണ്ടേ? ഓവുലേഷൻ എപ്പോഴും നടക്കണ്ടേ? ഓവുലേഷൻ എപ്പോഴും 14th ഡേ നടക്കണം. പക്ഷെ ഓവുലേഷൻ 14 നടന്നില്ലെങ്കിൽ ആ ലെങ്ത് അഫക്ട് ചെയ്യുന്ന ഫേസ് ഏതാ? ഓവുലേഷൻ എപ്പോഴും 14th ഡേ നടക്കണം. പക്ഷെ 14th ഡേ ഓവുലേഷൻ നടന്നില്ലെങ്കിൽ ആ ലെങ്ത് അഫക്ട് ചെയ്യുന്ന ഫേസ് ഏത് ചോദിച്ചാൽ ഏത് ഫേസാ? ദ പ്രോലിഫറേറ്ററി ഫേസ് അല്ലേ? 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 ക്ലിയർ? കാര്യം മനസ്സിലായല്ലോ? സ്റ്റോറി മനസ്സിലായല്ലോ? സ്റ്റോറി മനസ്സിലായല്ലോ? കഥ മനസ്സിലായല്ലോ? യെസ്. ഇനി എന്തൊക്കെയാണ് ഈ ഫേസിൽ നടക്കുന്നത്? ഈ ഫേസിൽ നടക്കുന്ന കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എന്തൊക്കെ സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യം ഇവിടെ വരും. ആർക്ക് പറയും? അത് എന്താണെന്ന് പറയും. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇവിടെ വരും. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരും. ഹോർമോൺസ് ഉണ്ടോ? ഹോർമോൺസ് ഉണ്ടോ? ഹോർമോൺസ് ഉണ്ടോ? യെസ്, ഉണ്ടായതൊക്കെയാ. ഇവിടെ എന്തൊക്കെ സംഭവിക്കും ചോദിച്ചാൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോൺ വരുന്ന ഒരു പേരെന്താണ്? FSH ആണോ? ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഹോർമോൺ ഏതാ? FSH ആണോ? ആണോ? ആണ്. FSH ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരും. ആ FSH പോയി നേരത്തെ എവിടെയോ ഫോളിക്യൂൾസിന്റെ പേര് പറഞ്ഞില്ലേ? എവിടെ ഉണ്ട് ഫോളിക്യൂൾസ്? നേരത്തെ എവിടെ എവിടെ? കോർട്ടെക്സ് അല്ലേ? 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 ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് FSH സെക്രീറ്റ് ചെയ്യും. ആ FSH പോയി ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ദ പ്രൈമറി ഫോളിക്കിൾസ്, സെക്കൻഡറി ഫോളിക്കിൾസ് ആകത്തില്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ പറഞ്ഞ എന്താ FSH സെക്രീറ്റ് ചെയ്യും. ആ FSH പോയി ഇവിടെ പ്രൈമറി ഫോളിക്കിൾസിനെ സെക്കൻഡറി ഫോളിക്കിൾസ് ആയി മാറ്റും. സോ ചോദ്യം വരും, സൈക്കിളിനെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? സൈക്കിളിനെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? സൈക്കിളിനെ ഏറ്റവും ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത ഹോർമോണിന്റെ പേര് ചോദിച്ചാൽ എന്താ? FSH. സൈക്കിളിനെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് ചോദിച്ചാൽ എന്ത് ഹോർമോണാ? FSH അല്ലേ? ഈ FSH കൂടിപ്പോ എന്ത് ചെയ്യും? FSH എപ്പോഴും പ്രൈമറി ഫോളിക്കിൾസിനെ സെക്കൻഡറി ഫോളിക്കിൾസ് ആയി മാറ്റുന്ന. ചോദ്യം മനസ്സിലായല്ലോ? സൈക്കിളിനെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? സൈക്കിളിനെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താ? ഒരു സൈക്കിളിന്റെ ഏറ്റവും ആദ്യം ഇൻഫ്ലുവൻസ് FSH. FSH ആര് സെക്രീറ്റ് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ? 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 ആൻഡ് പ്രൈമറി ഫോളിക്യൂൾസ് എവിടെ കാണും? ഓവറിക്കകത്തിൽ. നേരത്തെ പഠിച്ച ഓവറി അല്ലേ? നേരത്തെ ഓവറി പഠിച്ചല്ലേ? ആ ഓവറിക്കകത്തിൽ കുഞ്ഞുങ്ങളെ അല്ലേ? കാര്യം മനസ്സിലായി പഠിക്കുക. FSH വരുന്നു. ഇപ്പൊ ഓവറിക്കകത്തുള്ള ഏകദേശം ഒരു 20 പ്രൈമറി ഫോളിക്കിൾസ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യും കേട്ടോ. അതിന് തന്നെ പതിയെ സെക്കൻഡറി ആക്കി മാറ്റുകയും ചെയ്യും. ഈ സെക്കൻഡറി ഫോളിക്കിൾസിനെ വേറെ എന്തോ സെക്രേറ്റ് ചെയ്യാൻ കഴിവുണ്ടോ? അവിടെ എന്തെങ്കിലും സെക്രേറ്റ് ചെയ്യാൻ കഴിവുണ്ടോ ഫോളിക്കിൾസിന്? ഉണ്ടോ? പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് ചോദ്യമാണ്. ആദ്യം ദ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആയി മാറും. സെക്കൻഡറി ഫോളിക്കിൾസ് പതിയെ പതിയെ അത് മെച്ചുറായ ശേഷം എന്തെങ്കിലും സെക്രേറ്റ് ചെയ്യും.
പ്രൈമറി ഫോളിക്കിൾസ് പതിയെ സെക്കൻഡറി ഫോളിക്കിൾസ് ആകുകയും അത് മെച്ചുവർ ആകുന്ന സമയത്ത് ദ മെച്ചുവർ ഫോളിക്കിൾസ് നമ്മൾ പേര് പറയും എന്താ? ദ മെച്ചുവർ ഫോളിക്കിൾസ് നമ്മൾ പേര് പറയും ഗ്രാഫിയൻ ഫോളിക്കിൾസ്. എവിടെയെങ്കിലും ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആദ്യം ദ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആയും അത് മെച്ചുവർ ആകുമ്പോൾ ദ മെച്ചുവർ ഫോളിക്കിൾസിനെ പറയുന്ന പേരെന്താ? ദ പ്രൈമറി പതിയെ പതിയെ വലുതായി സെക്കൻഡറി ആകുകയും സെക്കൻഡറി ശേഷം ദ മെച്ചുവർ ആയാൽ എന്ത് വിളിക്കാം? ഗ്രാഫിയൻ ഫോളിക്കിൾസ് അല്ലെ? ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് വിളിക്കാം. അവിടെയാണ് ചോദ്യം. ദ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്താണ് സെക്രട്ടറി എന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്തുള്ള ഒരു സെല്ലിന്റെ പേരും കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്തുള്ള ഒരു സെല്ലിന്റെ പേരും കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ദ തീക്ക സെൽസ് എവിടെയെങ്കിലും ദ തീക്ക സെൽസ്, ദ തീക്ക സെൽസ് എന്ന് ഏതെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എക്സാമിന് ഏതെങ്കിലും എക്സാമിന് ദ തീക്ക സെൽസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും എക്സാമിന് ദ തീക്ക സെൽസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ആരാ? ആരാ? ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആണോ? ഗ്രാഫിയൻ ഫോളിക്കിൾസ് അല്ലേ? അല്ലേ? ഉത്തരം പറഞ്ഞാൽ പറ്റൂ. എല്ലാരും പറയണം. തീക്ക സെൽസ് എവിടെയുണ്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾസ്. ഇനി ഗ്രാഫിയൻ ഫോളിക് സെക്രട്ടറി എന്ന ദ തീക്ക സെൽസ്, അതിനകത്തുള്ള ദ തീക്ക സെൽ എന്തോ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കേരള PC എക്സാമിന് ഒരു ഹോർമോണിന്റെ പേര് ചോദിക്കും, ഈസ്ട്രോജൻ അല്ലേ? ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്തുള്ള ദ തീക്ക സെൽസ് ആണ് എന്ത് സെക്രട്ടറി ചെയ്യുന്നത്? ഈസ്ട്രോജൻ എന്ന ഹോർമോൺ എപ്പോഴും സെക്രട്ടറി എന്ന് മറക്കരുതേ. ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്തുള്ള ദ തീക്ക സെൽസ് ആണ് എപ്പോഴും ഈസ്ട്രോജൻ സെക്രട്ടറി ചെയ്യുന്നത്. വീണ്ടും ചോദ്യം, ഈ ഒരു സ്റ്റോറി എവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു കഥയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിരുന്നു. കഥയുടെ തുടക്കം എവിടെ നിന്ന്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ? സ്റ്റോറി ഫസ്റ്റ് എവിടെ നിന്നാ? പിറ്റ്യൂട്ടറി അല്ലേ? ആ പിറ്റ്യൂട്ടറി എന്ത് സെക്രട്ടറി ആദ്യം? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് സെക്രട്ടറി ചെയ്യും? FSH. FSH. അതേ FSH இந்த ഓവറിക്കകത്തുള്ള இந்த പ്രൈമറി ഫോളിക്കിൾസ് എന്താക്കി മാറ്റും? കാര്യം കറക്റ്റ് ഓർഡറിൽ പഠിക്കണം. FSH വന്ന് ഓവറിക്കകത്തുള്ള എന്താ പ്രൈമറി ഫോളിക്കിൾസിനെ സെക്കൻഡറി ആയി മാറ്റത്തില്ലേ? പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ആക്കി മാറ്റും. സെക്കൻഡറി പതിയെ പതിയെ അത് മെച്ചുവർ ആകുകയും ചെയ്യല്ലേ? ആ മെച്ചുവർ ഫോളിക്കിൾസിനെ പറയുന്ന പേരെന്താ? നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് പറയും അല്ലേ? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിന് എന്ത് സെക്രട്ടറി ചെയ്യാൻ കഴിവുണ്ട്? ഈസ്ട്രോജൻ. തീക്ക സെൽസ്, ഗ്രാഫിയൻ ഫോളിക്കിൾസിനകത്തുള്ള തീക്ക സെൽസ് എപ്പോഴും ഈസ്ട്രോജൻ സെക്രേറ്റ് ചെയ്യും. ചോദ്യം വരും, സൈക്കിളിന്റെ ആദ്യം വരുന്ന ഹോർമോൺ ആരാ? FSH. സൈക്കിളിന്റെ ആദ്യം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSH എന്ന ഹോർമോൺ വരും. ആ FSH ആണ് ഇത്രയും കാര്യം ചെയ്ത്. മനസ്സിലായോ? ഇത് എവിടെ പഠിച്ചിട്ടുണ്ടോ? പണ്ട് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് പഠിക്കും ഇല്ലല്ലോ. നിങ്ങൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ആദ്യം കയറി എല്ലാ ഫേസും പഠിക്കും, അബ്നോർമാലിറ്റീസ് പഠിക്കും. ഇതൊരു സ്റ്റോറി പഠിച്ചോണ്ട് ഈ കഥ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന FSH ആണ് ഇവരെല്ലാവരെയും ഇങ്ങനെ ആക്കുന്ന. അറിയായിരുന്നോ? ഹെഡിങ് മാത്രം പഠിക്കുക അല്ലേ? കാര്യം ഒരു കഥ പോലെ പഠിക്കുമോ? FSHന്റെ ഇൻഫ്ലുവൻസിൽ ഏകദേശം 20ഓളം പ്രൈമറി ഫോളിക്കിൾസ് ആദ്യം ഗ്രോ ചെയ്യില്ലേ? FSHന്റെ ഇൻഫ്ലുവൻസിൽ ഒരു 20ഓളം ഫസ്റ്റ് ആയിട്ട് പ്രൈമറി ഫോളിക്കിൾസ് ഗ്രോ ആവും അല്ലേ? ശരിയല്ലേ? അതിൽ എന്താണ്? അതിൽ ഒരാൾ മാത്രമല്ല മെച്ചൂർ ആവത്തുള്ളൂ എപ്പോഴും. അതിൽ എപ്പോഴും ആ 20ൽ നിന്ന് ഒരാൾ മാത്രമല്ലേ മെച്ചൂർ ആവുള്ളൂ. പണ്ടൊക്കെ അവിടെ എവിടെ പഠിക്കല്ലേ? അല്ലെ? പണ്ടൊക്കെ അറിയാം, അവിടെ എവിടെയും പഠിച്ചിട്ട് പോകും അല്ലേ? ആ 20ൽ ഒരാൾ മാത്രമല്ലേ മെച്ചൂർ ആവുള്ളൂ. 20 ഒരാൾ മാത്രമല്ലേ മെച്ചൂർ ആവത്തുള്ളൂ. ആ മെച്ചൂർ ആവുന്നതിന്റെ പേരെന്താ? ഗ്രാഫിയൻ ഫോളിക്കിൾസ് അല്ലേ? 20 ഒരാൾ മാത്രം മെച്ചൂർ ആവും. ആ മെച്ചൂർ ആവുന്നതിന് പറയുന്ന പേരെന്താ? ഗ്രാഫിയൻ ഫോളിക്കിൾസ് എന്ന് പറയാം അല്ലേ? 20ഓളം ഫോളിക്കിൾസ് FSHന്റെ ഇൻഫ്ലുവൻസ് ഡെവലപ്പ് എടുത്തില്ലേ?
20ഓളം ഫോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ FSH ഇൻഫ്ലുവൻസ് ഡെവലപ്പ് ആയി വരും. അതിൽ ഒരാൾ മാത്രം മെച്ചുർ ആവും. ആ 20 ഒരാൾ മാത്രം മെച്ചുർ ആവും. ആ മെച്ചുർ ആവുന്നവരെ പറയുന്ന ഒരു പേരെന്താ? ഗ്രാഫീൻ ഫോളിക്കിൾസ് പറഞ്ഞൂടെ? അതിന്റെ കഥ. FSH 20ഓളം എന്ത് ചെയ്യുന്നു? അവരെ കൊണ്ടുവരും. അതിൽ ഒരാൾ മാത്രം മെച്ചുർ ആവും. അവന്റെ പേരെന്താ? ഗ്രാഫീൻ ഫോളിക്കിൾസ്. അതിനകത്തുള്ള സെല്ലിന്റെ പേരെന്താ? തീക്ക സെൽ. ആ തീക്ക സെൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യും. 20 ഒരാൾ മാത്രമായി. ബാക്കി 19 ഇവിടെ. ബാക്കി 19 മെച്ചറാവില്ലല്ലോ, അട്രോപ്പി ആയി പോവില്ലേ, ചുരുങ്ങി പോവില്ലേ? 20 ഒരാൾ മാത്രം മെച്ചറാക്കി, ബാക്കിയെല്ലാം അട്രോപ്പി ആയി ഒരു ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകും. സോ സൈക്കിളിന്റെ സ്റ്റാർട്ടിങ് എവിടെന്നാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSH വരുന്നതല്ലേ? സൈക്കിളിന്റെ സ്റ്റാർട്ടിങ് എവിടെന്നാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് FSH വരും അല്ലേ? ആ FSH വന്ന് ഇത് ഓവറിയിലുള്ള പ്രൈമറി ഫോളിക്കിൾസിനെ സെക്കൻഡറി ആക്കി മാറ്റും അല്ലേ? പ്രൈമറി ഫോളിക്കിൾസിനെ സെക്കൻഡറി ഫോളിക്കിളെ മാറ്റും. അതിൽ ഒരാൾ മാത്രം മെച്ചർ ആവും അല്ലേ? ആ മെച്ചർ ആവുന്ന ഒരാളാരാ? ആ മെച്ചർ ആകുന്ന ഒരാളാരാ? ഗ്രാഫിൻ ഫോളിക്കിൾസ് എന്ന് വിളിക്കാം. ആ ഗ്രാഫിൻ ഫോളിക്കിൾസ് അത് എന്ത് സെല്ലുണ്ട്? തീക്ക ഉണ്ടോ? തീക്ക ഉണ്ടോ? തീക്ക ഉണ്ടോ? തീക്ക ഉണ്ട്. ആ തീക്കയുടെ പ്രത്യേകത എന്താ? എന്തോന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തീക്ക സെൽസ് ആണ്. ക്ലിയർ? ക്ലിയർ 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 കംപ്ലീറ്റ് ക്ലിയർ? കംപ്ലീറ്റ് മനസ്സിലായി? ഈസ്ട്രോൺ സെക്രട്ടറി ആയി. ഈസ്ട്രോൺ പുറത്തു വന്നു. ഈസ്ട്രോൺ പുറത്തോട്ട് വരുമ്പോൾ പഠിച്ച്. ഇനി ഈ ഈസ്ട്രോൺ എന്ത് ചെയ്യും? ഈസ്ട്രോജൻ എന്ത് ചെയ്യും? ഈ പുറത്തോട്ട് വന്ന ഈസ്ട്രോജൻ എന്ത് ചെയ്യും? ഇവിടെ ആലോചിക്കുക. ഇപ്പൊ ഈ പിറ്റ്യൂട്ടറിൽ നിന്ന് വരുന്ന FSH വളരെ അധികമാണെങ്കിൽ ഈസ്ട്രോജൻ പോയി സപ്രസ് ചെയ്താണ്. പിറ്റ്യൂട്ടറിൽ നിന്ന് വരുന്ന FSH വളരെ അധികമായി വരികയാണെങ്കിൽ ഈസ്ട്രോജൻ പോയി FSHനെ സപ്രസ് ചെയ്യില്ലേ? ഈസ്ട്രോജൻ പോയി ഈ പറഞ്ഞ FSHനെ സപ്രസ് ചെയ്യില്ലേ? ചെയ്യും. മറക്കരുത്, ഈ പറഞ്ഞ ഈസ്ട്രോജൻ എന്ത് ചെയ്യും? FSHനെ സപ്രസ് ചെയ്യാറുണ്ട്. കിട്ടിയോ? 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 മാത്രമല്ല ഇവിടെ വേറെ ഹോർമോൺ അത് വരുന്നുണ്ടോ? വേറെ ഹോർമോൺ അതിൽ വരുന്നുണ്ടോ? ഇത് LHന്റെ സെക്രീഷൻ കൂട്ടോ. ഈസ്ട്രോജൻ ഇത് LHന്റെ സെക്രീഷൻ കൂട്ടോടെ. ഈസ്ട്രോജൻ LHന്റെ സെക്രീഷൻ കൂട്ടോ. ദ ലൂട്ടനൈസിങ് ഹോർമോൺ ഈസ്ട്രോജൻ LHന്റെ സെക്രീഷൻ കൂട്ടും അല്ലേ? കൂട്ടോടെ കൂട്ടോടെ ഇൻക്രീസ് ചെയ്യും. നമ്മള് പലപ്പോഴും അതിന് വാക്ക് കേൾക്കാറുണ്ട്. ഇത് LH இந்த സർജ് ഉണ്ടോ എവിടെയെങ്കിലും? இந்த LH സർജ് എന്ന വാക്ക് എവിടെ കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഈസ്ട്രോജൻ இந்த LHന്റെ സെക്രീഷൻ കൂട്ടുന്ന ഒരു വാക്കുണ്ട്. ഏതെങ്കിലും ഒരു ബുക്കിനകത്ത് എവിടെയെങ്കിലും പഠിച്ചപ്പോൾ LH സർജ് കേട്ടിട്ടുണ്ടോ? LH സർജ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. അത് ഈ സംഭവം അല്ലേ? 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 ശരിയല്ലേ? ഇതല്ലേ? ആണ്. ഒരു കഥ പോലെ പഠിക്കും. ഞാൻ പല തവണ പറഞ്ഞുതരാം. ഒരു കഥ പോലെ പഠിക്കും. അപ്പം പിറ്റ്യൂട്ടറിൽ ഹോർമോൺ ഏതാ? പിറ്റ്യൂട്ടറിൽ നിന്ന് FSH വരല്ലേ? FSH വരും. ആ FS എന്ത് ചെയ്യും? ഇത് പ്രൈമറി സെക്കൻഡറി ആക്കോ? പ്രൈമറി ഫോളിക്കിൾസ് സെക്കൻഡറി ആക്കും. സെക്കൻഡറി ആക്കും. ശേഷം വരുന്ന ഇത് മെച്ചർ ഫോളിക്കിൾസ് പറയുന്ന പേരെന്താ? ഗ്രാഫിൻ ഫോളിക്കിൾ. ശേഷം വരുന്ന മെച്ചർ ഫോളിക്കിൾ ഏതാ? ഗ്രാഫിൻ ഫോളിക്കിൾ. അതിനകത്ത് എന്ത് സെല്ലുണ്ട്? തീക്ക സെല്ലുണ്ട്. അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യും. ഇനി ദ ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ എപ്പോഴും FSHന്റെ സെക്രീഷനെ സപ്രസ് ചെയ്യും അല്ലേ? FS പതിയെ അങ്ങ് പോവും. മാത്രമല്ല LHന്റെ സെക്രീഷനും കൂട്ടും. സൈക്കിളിന്റെ ഏകദേശം എത്രയാണ്? ഒരു 12-13 ദിവസം ആകുമ്പോഴേ, സൈക്കിളിന്റെ 12-13 ദിവസം ആകുമ്പോൾ എപ്പോഴും FS താഴ്ന്നു കേട്ടോ. സൈക്കിളിന്റെ 12-13 ദിവസത്തുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ FS താഴ്ന്നു കുറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഇത് LH കൂടി വരുന്നത്. ഇവിടെ LHന്റെ ഫംഗ്ഷൻ എന്താ? ലൂട്ടനൈസിങ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ? ലൂട്ടനൈസിങ് ഹോർമോൺ ഫംഗ്ഷൻ എന്താ? അത് 14 ഡേയിൽ യൂട്ടിലൈസിങ് ഹോർമോൺ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഓവുലേഷൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ?
14ാമത്തെ ദിവസം ആകുമ്പോൾ ഓവുലേഷൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? LH സഹായത്തോടു കൂടിയല്ലേ? LH സഹായത്തോടു കൂടി ഗ്രാഫിൻ ഫോളിക്കിളിനകത്ത് നിന്നും ഓവം പുറത്തോട്ട് വരുമോ? LH സഹായത്തോടു കൂടി 14ാമത്തെ ദിവസം ഗ്രാഫിൻ ഫോളിക്കിൾസിന്റെ അകത്ത് നിന്നും ഈ പറഞ്ഞ ഓവം പുറത്തോട്ട് വരും. ആ പ്രോസസ്സിലാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. LH സഹായത്തോടു കൂടി ഗ്രാഫിൻ ഫോളിക്കിൾസിൽ നിന്നും ഓവം പുറത്തോട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ എപ്പോഴും ഓവുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സ്റ്റോറി മനസ്സിലാവും? സ്റ്റോറി മനസ്സിലാവും? കംപ്ലീറ്റ് മനസ്സിലാവും? സ്റ്റോറി മനസ്സിലായോ? ഇവിടെ മൊത്തം ഇന്ന് 3 ഹോർമോൺ പേര് പറഞ്ഞു. 3 ഹോർമോണിന്റെ പേര് പറഞ്ഞു. ഏതാ ആദ്യം പറഞ്ഞ? ഏതാ? FSH അല്ലേ? FSH അല്ലേ ഫസ്റ്റ്? FSH എപ്പോഴും പ്രൈമറി ഫോളിക്കിൾസിനെ സെക്കൻഡറി ആക്കി മാറ്റും. ക്ലിയർ? അത് പതിയെ ഗ്രാഫിൻ ഫോളിക്കിൾ പറഞ്ഞില്ലേ, ആൻഡ് തീക്ക സെൽസ്, അതിനകത്തുള്ള ഗ്രാഫിൻ ഫോളിക്കിൾസിനകത്തുള്ള തീക്ക സെൽസ് ഏത് ഹോർമോണാ? ഈസ്ട്രോജൻ. 2 ഹോർമോണായി. ഈസ്ട്രോജൻ എന്താണ്? ഇതിന്റെ FSH കുറയ്ക്കുമ്പോൾ അവിടെ വേറെ ഏതോ ഹോർമോൺ കൂടുതലാ? ഈസ്ട്രോജൻ FSH കുറയ്ക്കുമ്പോൾ വേറെ ഏതോ ഹോർമോൺ കൂടുതലാ? LH അല്ലേ? ഈസ്ട്രോജൻ FSH കുറയ്ക്കുമ്പോൾ LH കൂടും. LH ആണ് 14 ഡേയ്സിൽ ഓവുലേഷന് സഹായിക്കുന്നത്. ക്ലിയർ? 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 കഥ മനസ്സിലായല്ലോ? കഥ മനസ്സിലായല്ലോ? സ്റ്റോറി മനസ്സിലായ കുഞ്ഞുങ്ങളെ? മനസ്സിലായി. ഓവുലേഷൻ സംഭവിക്കുമ്പോഴേ ഇതേ സമയം ഓവുലേഷൻ സമയത്ത് എന്താണ് ഈ പറഞ്ഞ എൻഡോമീറ്ററിന്റെ അവസ്ഥ എന്താ? ഓവുലേഷൻ സംഭവിക്കുമ്പോൾ എൻഡോമീറ്ററിന്റെ അവസ്ഥ എന്താ? സൈസ് കൂടും. എൻഡോമീറ്ററിന്റെ സൈസ് തിക്കനിങ് കൂടും. തിക്കൻ ചെയ്യോ? തിക്കൻ ചെയ്യോ? എന്ത് സംഭവിക്കും? തിക്കനാവും. എത്രയാവും? 4 to 10 mm അല്ലേ? 4 to 10 mm ആയിട്ട് സൈസ് കൂടില്ലേ? കൂടും. കൂടില്ലേ? സൈസ് കൂടില്ലേ? സൈസ് കൂടും. സൈസ് കൂടും. സൈസ് കൂടുമ്പോഴേ നല്ല വാസ്കുലർ ആവും. ഇതിന്റെ ബ്ലഡ് സപ്ലൈ കൂടും. സൈസ് കൂടുന്തോടെ അവിടെ ബ്ലഡ് സപ്ലൈ കൂടും. കൂടും. സൈസ് കൂടുന്നതോടെ അവിടെ ബ്ലഡ് സപ്ലൈ കൂടില്ലേ? അല്ലേ? സൈസ് എന്തിനാ കൂടുന്നേ? ഈ 14 ഡേ സമയത്ത് എന്താണ് എൻഡോമെട്രിയം സൈസ് കൂടും? കാരണം എന്താ? എൻഡോമെട്രിയം സൈസ് കൂടുകയും വാസ്കുലർ ആവും. കാരണം എന്താ? എന്തിനു സൈസ് കൂടുന്നത്? സൈസ് എന്തിനാ കൂടുന്നത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷന് വേണ്ടിയാണോ? എൻഡോമെട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യണോ? ഇംപ്ലാന്റേഷന് വേണ്ടി, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമെട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യണോ? ആണോ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമെട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യുന്നതാണോ? ആണ്. അവിടെയും ചോദ്യമുണ്ട്. എൻഡോമെട്രിയത്തിന്റെ പ്രിപ്പറേഷൻ ഏത് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിലാണ്? അവിടെയും ചോദ്യമുണ്ട്. എൻഡോമെട്രിയത്തിന്റെ പ്രിപ്പറേഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് ചോദിക്കും. പ്രൊജസ്ട്രോൺ ആണോ? പ്രീവിയസ് ചോദ്യമാണോ? ഇത് കണ്ടിട്ടുണ്ടോ? ലീന കണ്ടിട്ടുണ്ടോ ചോദ്യം? കണ്ടിട്ടുണ്ടോ? 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 ദ പ്രസൻസ് ഓഫ് ഏത് ഹോർമോണാ? പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ എവിടെ നിന്ന് വരുന്നത്? എവിടെ നിന്ന് വരും? എവിടെ നിന്ന് വരും? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. പറഞ്ഞ കോർപ്പസ് ലൂട്ടിയം എന്ത് വരും? പ്രൊജസ്ട്രോൺ വരില്ലേ? വരല്ലേ? വരില്ലേ? വരും. വരും. ഈ എൻഡോമെട്രിയം നല്ല തിക്കനിങ് ആകുമ്പോഴേ പറഞ്ഞ ഗ്രാഫിൻ ഫോളിക്കിൾസ് ആണോ കോർപ്പസ് ലൂട്ടിയം മാറുന്നത്? എൻഡോമെട്രിയം നല്ല തിക്കനിങ് ആകുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് തൊട്ട് പറഞ്ഞ ഗ്രാഫിൻ ഫോളിക്കിൾസ് ആണോ നല്ല നല്ല തിക്കനിങ് ആയി മാറി കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത്? ആണോ? യെസ്, ആണ്. അല്ല ശരിയല്ലേ? ശരിയല്ലേ?
ശരിയല്ലേ? എൻഡോമെട്രിയം നല്ല തിക്കനിയാൻ എന്ത് ചെയ്യും? ഗ്രാഫിൻ ഫോളിക്കിൾസ് കോർപ്പസ് ലൂട്ടിയമായി മാറും. അവിടെ സഹായിക്കുന്ന ഹോർമോൺ ആരാ? പ്രൊജസ്ട്രോൺ. അവിടെ സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് ചോദിച്ചാൽ പ്രൊജസ്ട്രോൺ ചോദ്യം വരും. എൻഡോമെട്രിയം തിക്കനിങ് ചെയ്യുന്ന ഹോർമോൺ ആരാ? എൻഡോമെട്രിയം തിക്കനിങ് ചെയ്യുന്ന ഹോർമോൺ ആരാ? പ്രൊജസ്ട്രോൺ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈസ്ട്രോജനും FSH LH എല്ലാം പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ അറിയാം ഇത് FSH എവിടെ നിന്ന് വരുന്ന അറിയാം. തീക്ക സെൽസ് ഈസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാം. ക്ലിയർ ആയല്ലോ? ഏറ്റവും ലാസ്റ്റ് വരുന്ന പ്രൊജസ്ട്രോൺ. അവ എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിനെ തിക്കൻ ചെയ്യുന്ന പ്രൊജസ്ട്രോൺ. ക്ലിയർ ക്ലിയർ. ഞാൻ ഓരോ കാര്യം പഠിക്കുക കേട്ടോ, വളരെ ക്ലിയർ കട്ടായിട്ട് അല്ലാതെ അവിടെ നിന്ന് ഇവിടെ പഠിച്ചുകൊണ്ട് പോരുത് കേട്ടോ. അപ്പൊ ഓവലേഷൻ എത്ര ദിവസം നടക്കും? ഓവലേഷൻ നടക്കുന്ന ഇവിടുത്തെ ചോദ്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇവിടെ എക്സാമിന് ചോദ്യം വരുന്നത് ഓവലേഷൻ എത്രാമത്തെ ദിവസം നടക്കും? ഫസ്റ്റ് ചോദ്യം അതാണ്. 14ാമത്തെ ദിവസം ഓവലേഷൻ നടക്കും. രണ്ടാമത് ചോദ്യം, ഏത് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിലാണ് ഓവലേഷൻ നടക്കുന്നത്? ഏത് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിലാണ് ഓവലേഷൻ? LH. മൂന്നാമത്തെ ചോദ്യം, എൻഡോമെട്രിയം തിക്കൻ ചെയ്ത ഹോർമോൺ ആരാ? The third question is endometrium thicken ചെയ്യുന്ന ഹോർമോൺ ആരാ? പ്രൊജസ്ട്രോൺ. The theca cell secreting ഹോർമോൺ ആരാ? theca cell secreting ഹോർമോൺ ആരാ? ഈസ്ട്രോജൻ. The pituitary gland secreting ഹോർമോൺ ആരാ? FSH. അല്ലേ? എല്ലാം മനസ്സിലായോടെ? എല്ലാം മനസ്സിലായോടെ? എല്ലാ ഹോർമോണും എവിടെ നിന്ന് വരും? ഫംഗ്ഷൻ എന്താ? എൻഡോമെട്രിയം തിക്കുകയും ഓവുലേഷൻ സഹായിക്കുന്ന ആരാ? ഓവുലേഷൻ എത്രാമത്തെ ദിവസമാണ് എന്ന് പഠിച്ചോടെ? ക്ലിയർ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ക്ലിയർ. ഇത്രയും പറഞ്ഞ എത്രാമത്തെ ഫേസിലാ? മെൻസ്ട്രൽ ഫേസസിലെ സൈക്കിളിലെ എത്രാമത്തെ ഫേസിനകത്ത് പഠിച്ചത്? ഫസ്റ്റിനകത്തല്ലേ? ഇത്രയും കാര്യം മൊത്തം വന്നു എവിടെ? ഇത്രയും കാര്യം മൊത്തം എവിടെ പഠിച്ചു? proliferatory phase അല്ലെങ്കിൽ another name ഏതാ? another name ഏതാ? the pre ovulatory-ക്കകത്ത് വരുന്ന എല്ലാ കഥകളും പഠിച്ചു. the pre ovulatory-ക്കകത്ത് വരുന്ന എല്ലാ സ്റ്റോറീസും പഠിച്ചു. നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ഈ ഒരു പിക്ചർ ഇടുന്നുണ്ടോ? ഈ ഒരു പിക്ചർ ഇടുന്നുണ്ടോ? എപ്പോഴേക്കും കേട്ടിട്ടുണ്ടോ പിക്ചർ? കണ്ടിട്ടുണ്ടോ ഈ പിക്ചർ? ഈ ഒരു പിക്ചറിനകത്ത് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പിക്ചറിനകത്ത് കുറച്ച് ഹോർമോണിന്റെ പേര് കാണുന്നുണ്ടാണെങ്കിലും അവിടെ കൂടുതലും കുറയുന്ന ഹോർമോൺ കാണുന്നുണ്ടോ? FSH എന്നും ഈസ്ട്രോജൻ എന്നും LH എന്നും പ്രൊജസ്ട്രോൺ എന്നും 4 ഹോർമോണിന്റെ പേര് ഈ പിക്ചറിൽ കാണുന്നുണ്ടോ? ഏറ്റവും മുകളിൽ നോക്കി കാണുന്നുണ്ടോ? അതാണ് ഇത്രയും സിമ്പിൾ ആയി നിങ്ങൾ പഠിച്ചത്. ക്ലിയർ ക്ലിയർ. അതൊരു ഗ്രാഫ് പോലെ കൂടിയും കുറഞ്ഞ് കാണുന്നില്ലേ? അതാണ് പഠിച്ചത്. ക്ലിയർ ക്ലിയർ. നെക്സ്റ്റ് നെക്സ്റ്റ്. ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ആരാ? ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ആരാ? സെക്രട്ടറി അല്ലേ? സെക്കൻഡ് ആരാ? സെക്രട്ടറി അല്ലെങ്കിൽ ദ പോസ്റ്റ് ഓവുലേറ്ററി. സെക്രട്ടറി അല്ലെങ്കിൽ ദ പോസ്റ്റ് ഓവുലേറ്ററി അല്ലെങ്കിൽ ഒരു പേര് വിളിക്കൂടെ? സെക്രട്ടറി അല്ലെങ്കിൽ പോസ്റ്റ് ഓവുലേറ്ററി അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. സെക്രട്ടറി ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ്. ഞാൻ ഫസ്റ്റ് ഫേസിൽ പഠിച്ചത് ചോദ്യങ്ങളാണല്ലോ, കണ്ടല്ലോ. ഫസ്റ്റ് ഫേസിൽ പഠിപ്പിച്ച എല്ലാ എക്സാം ചോദ്യമാണ്. ഫസ്റ്റ് ഫേസിൽ പറഞ്ഞത് എപ്പോഴും എക്സാമിൽ സ്ഥിരം ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ ദ കോർപ്പസ് ലൂട്ടിയം ചോദിക്കും, LH ചോദിക്കും, FSH ചോദിക്കും, ദ തീക്ക സെൽ ചോദിക്കും, ഈസ്ട്രോജൻ എവിടെ നിന്ന് വരും ചോദിക്കും. ക്ലിയർ ക്ലിയർ അല്ലേ? അതൊക്കെ ക്ലിയർ അല്ലേ? യെസ്. ഇനി സെക്രട്ടറി ഫേസ് എന്താ? സെക്രട്ടറി ഫേസ് എപ്പോഴും നമ്മൾ കേട്ടൊരു പേരെന്താ? ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ 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 ലൂട്ടിയൽ. ഇത് എത്ര ദിവസം അവിടെ? ഈ ഫേസ് എത്ര ദിവസം? ഡ്യൂറേഷൻ എത്രയാ? ഒരു 14 ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാ? 14 14 14 14. ആൾമോസ്റ്റ് ഒരു 15 തൊട്ട് 28 ദിവസം വരെയല്ലേ? ആൾമോസ്റ്റ് ഒരു 15 days തൊട്ട് 28 days വരെയല്ലേ? എവിടെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഇവിടെ ഇംപ്ലാന്റേഷനോ ഫെർട്ടിലൈസേഷനോ ഒന്നുമില്ലല്ലോ. ഇവിടെ ഇംപ്ലാന്റേഷനോ ഫെർട്ടിലൈസേഷനോ ഒന്നുമില്ലാത്തൊരു കോൺസ്റ്റന്റ് ഫേസ് അല്ലേ?
വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ. ഇവിടെ ഫെർട്ടിലൈസേഷനും ഇല്ല, ഇംപ്ലാന്റേഷനും ഇല്ല, ഒരു കാര്യമില്ല അല്ലേ. വേറെ എന്താ ഫേസ് അല്ലേ? അല്ലേ കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് അല്ലേ? ഈ ഒരു ടൈം പീരീഡ് സെക്രട്ടറി എപ്പോഴും ദ കോൺസ്റ്റന്റ് ഫേസ് ആണ്. ദ ലൂട്ടിൽ ഫേസ് എപ്പോഴും കോൺസ്റ്റന്റ് ഫേസ് ആണ്. ഇവിടെ വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം സംഭവിക്കും. ഇവിടെ ഒരു പ്രത്യേക കാര്യം സംഭവിക്കുന്ന വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഗ്രാഫിൻ ഫോളിക്കിൾസ് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഗ്രാഫിൻ ഫോളിക്കിൾസിന്റെ കളർ മാറുന്നത് ഈ ഫേസിൽ വച്ചാണ്. നേരത്തെ പറഞ്ഞ ഗ്രാഫിൻ ഫോളിക്യൂൾസ് ഈ ഒരു ഫേസ് എത്തുമ്പോൾ, സെക്രട്ടറി ഫേസ് എത്തുമ്പോൾ എന്ത് ചെയ്യും? യെല്ലോ കളർ സ്ട്രക്ചറായി മാറും അല്ലെ. സെക്രട്ടറി ഫേസ് എന്ത് ചെയ്യും? നല്ല യെല്ലോ കളറായി മാറും, യെല്ലോ കളർ സ്ട്രക്ചറായി മാറും. നേരത്തെ പറഞ്ഞ ഗ്രാഫിൻ ഫോളിക്യൂൾസ് എപ്പോഴും ഈ ലൂട്ടിയൽ ഫേസ് എത്തുമ്പോൾ യെല്ലോ കളറായി മാറും, യെല്ലോ കളറുള്ള സ്ട്രക്ചറായി മാറും. നിങ്ങൾ കോർപ്പസ് ലൂട്ടി എന്ന് പറഞ്ഞില്ലേ, നേരത്തെ പഠിച്ച കോർപ്പസ് ലൂട്ടിയില്ലേ, അതല്ലേ ഈ മഞ്ഞ കളറുള്ള സ്ട്രക്ചർ. നേരത്തെ പഠിച്ച കോർപ്പസ് ലൂട്ടി അല്ലേ, നേരത്തെ ഒരു കോർപ്പസ് ലൂട്ടി എന്ന് വാക്ക് പറഞ്ഞു ഓർമ്മയുണ്ടോ? അതല്ലേ യെല്ലോ കളറുള്ള സ്ട്രക്ചറായി മാറുന്നത്. യെല്ലോ കളറുള്ള സ്ട്രക്ചറായിട്ട് മാറുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. ആരുടെ ഇൻഫ്ലുവൻസിലാണ്? ഗ്രാഫിൻ ഫോളിക്യൂൾസ് യെല്ലോ കളറുള്ള കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത് ആരുടെ ഇൻഫ്ലുവൻസിലാണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെ. ഗ്രാഫിൻ ഫോളിക്യൂൾസ് പതിയെ പതിയെ യെല്ലോ കളറായി മാറുന്നത്, യെല്ലോ കളറുള്ള കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത് ആരുടെ ഇൻഫ്ലുവൻസിലാണ്? LH എന്ന ഹോർമോൺ അല്ലെ. LH എന്ന ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിൽ എപ്പോഴും സെക്രട്ടറി ഫേസ് എത്തുമ്പോൾ ഗ്രാഫിൻ ഫോളിക്യൂൾസ് യെല്ലോ കളറുള്ള കോർപ്പസ് ലൂട്ടിയമായി മാറും. ഇതുവരെ ക്ലിയർ ആയല്ലോ? അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഏത് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിലാണ് ഗ്രാഫിൻ ഫോളിക്യൂൾസ് കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത്? ഏത് ഹോർമോണിന്റെ ഇൻഫ്ലുവൻസിലാണ് ഗ്രാഫിൻ ഫോളിക്യൂൾസ് കോർപ്പസ് ലൂട്ടിയമായി മാറുന്നത്? LH. ഇനി എന്ത് കളർ? എന്താ? യെല്ലോ കളർ. യെസ്. ക്ലിയർ? ഇനി കോർപ്പസ് ലൂട്ടിയം അല്ലേ, കോർപ്പസ് ലൂട്ടിയം പതിയെ പതിയെ അങ്ങ് വളർന്ന് നല്ല എൻലാർജ് ചെയ്ത് എന്തൊക്കെ സെക്രട്ടറി ചോദ്യം വരും. നേരത്തെ പഠിച്ച ഹോർമോൺ എല്ലാം പറയണം. കോർപ്പസ് ലൂട്ടിയം പതിയെ പതിയെ എൻലാർജ് ചെയ്ത് എന്ത് സെക്രട്ടറി? ഈ കോർപ്പസ് ലൂട്ടിയം ഇവിടെ വെച്ച് പതിയെ പതിയെ എൻലാർജ് ചെയ്ത് ഏത് ഹോർമോൺ സെക്രട്ടറി? ഇമ്പോർട്ടന്റ് പ്രൊജസ്ട്രോൺ സെക്രട്ടറി അല്ലേ. പ്രൊജസ്ട്രോൺ സെക്രട്ടറിയും ഈസ്ട്രോജൻ സെക്രട്ടറിയും റിലാക്സിനും ഇൻഹിബിനും. കോർപ്പസ് ലൂട്ടിയം പതിയെ പതിയെ അവിടെ ഇരുന്നുകൊണ്ട് വളർന്ന് പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും റിലാക്സിനും ഇൻഹിബിനും സെക്രേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞു ഇൻഹിബിന്റെ ഫംഗ്ഷൻ എന്താ? നേരത്തെ പറഞ്ഞു ഇൻഹിബിന്റെ ഫംഗ്ഷൻ എന്താ? FSHന്റെ സെക്രേഷൻ കുറയ്ക്കുന്ന ആരാ? FSHനെ സെക്രേഷൻ കുറയ്ക്കുക, സപ്രസ് ചെയ്യുന്ന ആരാ? ഇൻഹിബിൻ. യെസ്. ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടി, ഈ സ്റ്റേജിൽ ഇത് യഥാർത്ഥ ചേഞ്ച് വഹിക്കുന്ന ഹോർമോൺ ആരാ? ഈസ്ട്രോജൻ ആണോ, പ്രൊജസ്ട്രോൺ ആണോ, FSH ആണോ, റിലാക്സ്ഡ് ആണോ? യഥാർത്ഥ എഫക്ട് വരുത്താ ഈ ചേഞ്ച് പ്രൊജസ്ട്രോൺ അല്ലേ കുഞ്ഞെ? യഥാർത്ഥ ചേഞ്ച് വരുന്നതാ? പറഞ്ഞേ, യഥാർത്ഥ ചേഞ്ച് ഇവിടെ വരുന്നതാരാ? പ്രൊജസ്ട്രോണിന്റെ എഫക്ട് കാരണം സെക്രട്ടറി ചേഞ്ച് എൻഡോമെട്രി ഉണ്ടാക്കാറുണ്ടോ? എൻഡോമെട്രിയത്തിൽ സെക്രട്ടറി ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആരാ? എൻഡോമെട്രിയത്തിൽ സെക്രട്ടറി ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആരാ? എവിടെയാണ്? പ്രൊജസ്ട്രോൺ അല്ലേ. പ്രൊജസ്ട്രോണിന്റെ എഫക്ട് കാരണമല്ലേ? പ്രൊജസ്ട്രോണിന്റെ എഫക്ട് കാരണം എൻഡോമെട്രിയത്തിൽ സെക്രട്ടറി ചേഞ്ചസ് ഉണ്ടാകും, മറക്കരുത്. എന്തൊക്കെ ചേഞ്ചസ് എന്തൊക്കെയാ? എന്താ ചേഞ്ചാ? നേരത്തെ പറഞ്ഞു ഇത് വാസ്കുലർ ആവുമെന്ന് പറഞ്ഞില്ലേ? இந்த blood vessel enlargeo, the uterine the blood vessel enlarge ഇല്ലേ? enlarge ഇല്ലേ? and the glands enlarge ഇല്ലേ? ഇനി ഇതേ ഫേസിൽ സെക്രട്ടറി ഫേസിൽ വേറെ ഉണ്ട് ഫംഗ്ഷൻ. സെക്രട്ടറി ഫേസിൽ വച്ച്
ഇതെന്തിനാ വലുതാതിനു വേണ്ടിയാ? ഇത് എല്ലാവരും ചെയ്ത് പറയുന്നതിന് വേണ്ടിയാ? ഇന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓവം വന്ന് അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാണോ? ഇംപ്ലാന്റേഷന് വേണ്ടിയാണോ? സ്പേസ് കൂട്ടുന്നതെന്ന് പറഞ്ഞു. ഇംപ്ലാന്റേഷന് വേണ്ടിയാണോ? ചോദിക്കും. ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമീട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യുന്ന ആരാ? ഇംപ്ലാന്റേഷന് വേണ്ടി ഈ പറഞ്ഞ എൻഡോമീട്രിയത്തിനെ പ്രിപ്പയർ ചെയ്ത ഹോർമോൺ ആരാ? ആരാ? പ്രൊജസ്ട്രോൺ ആണോ? ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമീട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോൺ ആരാ? ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമീട്രിയത്തിനെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വലുതാക്കി ബ്ലഡ് വെസലെല്ലാം വലുതാവുകയും ഗ്ലാൻസ് എല്ലാം എൻലാർജ് ചെയ്യുന്ന ആരാ? പ്രൊജസ്ട്രോൺ. മാത്രമല്ല എക്സസീവ് ആയിട്ട് മ്യൂക്കോസ് സെക്രട്ടറി അല്ലേ? എക്സസീവ് ആയിട്ട് മ്യൂക്കസ് സെക്രട്ടറി മ്യൂക്കസ് എന്തിനു വേണ്ടിയാടേ? എന്തിനു വേണ്ടിയത്? എക്സസീവ് ആയിട്ട് പ്രൊജസ്ട്രോൺ എൻഡോമീട്രിയൽ മ്യൂക്കസ് സെക്രട്ടറി വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എക്സസീവ് ആയിട്ട് മ്യൂക്കസ് സെക്രട്ടറി വേണ്ടിയാ? ഇംപ്ലാന്റേഷൻ ഈസി നടക്കാൻ വേണ്ടിയല്ലേ? അതൊഴി ഒഴി വരണ്ടേ? എങ്ങനെ ഒഴി വരണ്ടേ? സ്മൂത്തായി വരണ്ടേ? ഇംപ്ലാന്റേഷന് വേണ്ടിയല്ലേ? ഇംപ്ലാന്റേഷന് വേണ്ടി മ്യൂക്കസ് സെക്രീറ്റ് ചെയ്ത ഹോർമോൺ ആരാ? ഈ പറഞ്ഞ എന്താണ് ഇവിടെ മ്യൂക്കസ് സെക്രീറ്റ് ഹോർമോൺ ആരാ? പ്രൊജസ്ട്രോൺ അല്ലേ? പ്രൊജസ്ട്രോൺ. യെസ്. ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? എൻഡോമെട്രിയൽ 12 മുതൽ 18 മില്ലിമീറ്ററായി മാറും. തിക്കനിങ് ആയി മാറുകയും ചെയ്യും. ഈ ഫേസ് മൊത്തം എന്ത് വിളിക്കാം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഫേസ് എന്ന് വിളിക്കാം സെക്രീറ്ററി അല്ലെങ്കിൽ ലൂട്ടിയൽ ഫേസ് എന്ന് വിളിക്കാം. ക്ലിയർ? ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ലാസ്റ്റ് ഓവർ ഇവർ സ്റ്റോപ്പ് ചെയ്ത കാര്യം മനസ്സിലായിരുന്നു. നമ്മളിത് ഓവറിയും മെൻസ് സൈക്കിളിൽ പഠിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓവർ ഇവരെ സ്റ്റോപ്പ് ചെയ്ത കാര്യം മനസ്സിലായിരുന്നു. അവിടുത്തെ ഹോർമോണും പറഞ്ഞില്ലേ? ഇത്രയും ക്ലിയർ ആയല്ലോ? യെസ്. ക്ലിയർ? ആലോചിക്കൂടെ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഓവുലേഷൻ കഴിഞ്ഞുള്ള 14 ഡേയ്സിൽ സംഭവിക്കും. ഓവുലേഷൻ കഴിഞ്ഞുള്ള 14 ഡേയ്സിൽ സംഭവിക്കും. ഗ്രാഫിൻ ഫോളിക്കിൾസ് ഇത് LH കാരണം കോർപ്പസ് ലൂട്ടിയം മാറും. കൃത്യമായി പഠിക്കണം. ഓവുലേഷൻ കഴിഞ്ഞുള്ള 14 ഡേയ്സിൽ സമയത്ത് ഗ്രാഫിൻ ഫോളിക്കിൾസ് ഇത് LHന്റെ സഹായത്തോടു കൂടി കോർപ്പസ് ലൂട്ടിയമായി മാറില്ലേ? മാറും. ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യും? പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, റിലാക്സിൻ, ഇൻഹിബിൻ അല്ലേ? പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, റിലാക്സിൻ, ഇൻഹിബിൻ സെക്രീറ്റ് ചെയ്യും. ആ ഇൻഹിബിൻ തന്നെ പോയി FSHനെ കുറയ്ക്കുകയും ചെയ്യും. ഇനി ഈ പറഞ്ഞ പ്രൊജസ്ട്രോണിന്റെ എഫക്ട് കാരണം എൻഡോമീട്രിയത്തിലുള്ള ബ്ലഡ് വെസൽ എല്ലാം എൻലാർജ് ആവുകയും ഇത് ഗ്ലാൻസും എൻലാർജ് ചെയ്യും. മാത്രമല്ല മ്യൂക്കോസ സെക്രീറ്റ് എന്ന് പറഞ്ഞു. എൻഡോമെട്രിയൽ തിക്കനിങ് ആകുമെന്ന് പറഞ്ഞു. ഇപ്പൊ യൂട്രസ് എന്തിന് തയ്യാറിരിക്കുകയാണ്? എല്ലാം സെക്രീറ്റ് ചെയ്തു, മ്യൂക്കോസ എല്ലാം വന്നു, എൻഡോമെട്രിയൽ തിക്കായിരിക്കും. ഇതിനു വേണ്ടിയാ? ഇംപ്ലാന്റേഷന് വേണ്ടിയല്ലേ? റെഡി ആയിരിക്കണം അല്ലേ? ഇവിടെയല്ലേ പ്രഗ്നൻസിലോട്ട് ലീഡ് ചെയ്യുന്നത്? ഇതുവരെയല്ലേ പ്രഗ്നൻസിയിലോട്ട് ലീഡ് ചെയ്യുന്നത് അല്ലേ? ഇംപ്ലാന്റേഷൻ നടന്നാൽ പ്രഗ്നൻസി ആയില്ലേ? ഇംപ്ലാന്റേഷൻ നടന്നാൽ പ്രഗ്നൻസി ആയില്ലേ? കുഞ്ഞ് പറയടേ, ഇംപ്ലാന്റേഷൻ നടന്നാൽ പ്രഗ്നൻസി ആയില്ലേ? ആയില്ലേ? അപ്പോ അതോടെ ഈ സ്റ്റോപ്പ് ആവും. അതോടെ ഈ ഫേസ് സ്റ്റോപ്പ് ആവില്ലേ? ഇംപ്ലാന്റേഷൻ നടന്നാൽ അതോടെ ഈ ഒരു ഫേസ് സ്റ്റോപ്പ് ആവില്ലേ? ഇംപ്ലാന്റേഷൻ നടന്നാൽ അതോടുകൂടി ഒരു ഫേസ് സ്റ്റോപ്പ് ആവും. നടന്നില്ലെങ്കിലാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ എത്രാമത്തെ ഫേസിലോട്ട് പോകുന്നത്?
ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും മെൻസ്ട്രൽ സൈക്കിളിന്റെ അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ഏതാ? മൂന്നാമത്തെ ഫേസ് ഏതാ? ഇംപ്ലാന്റേഷൻ നടന്നില്ല, എല്ലാം പറഞ്ഞു, കാര്യം പറഞ്ഞു. ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകും, മൂന്നാമത്തെ ഫേസിലോട്ട് പോകും. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രീ മെൻസ്ട്രൽ ഫേസ് അല്ലേ? പ്രീ മെൻസ്ട്രൽ മൂന്നാമത്തെ അല്ലേ? ഇങ്ങനെ അറിയാമോ എല്ലാവർക്കും? ഇത്രയും വർഷം കാണാതെ ഈ പറഞ്ഞ എല്ലാ ഫേസും പഠിച്ചുണ്ടോ? ഇത്രയും വർഷം കാണാതെ ഫേസ് പഠിക്കും, പക്ഷെ ആരെ നടക്കുന്ന കാര്യം അറിയായിരുന്നോ? ഇല്ല. സെക്കൻഡ് ഫേസിൽ എന്താണ് ഈ പറഞ്ഞ ഇംപ്ലാന്റേഷൻ നടന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. നടന്നില്ലെങ്കിലാണ് എന്താണ് ഇത് പ്രഗ്നൻസി ആയില്ല, മൂന്നോട്ട് പോകും അല്ലേ? പ്രീ മെൻസ്ട്രൽ പോകും. അത് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ 3-4 പോയില്ലല്ലോ കുഞ്ഞെ, പോയില്ലല്ലോ, അവിടെ സ്റ്റോപ്പ് ആയില്ലേ? സ്റ്റോപ്പ് ആയി. നെക്സ്റ്റ് ഇസ് ദ പ്രീ മെൻസ്ട്രൽ ഫേസ് അല്ലെങ്കിൽ ഇസ്കീമിക് എന്ന് വിളിക്കാം. ദ പ്രീ മെൻസ്ട്രൽ ഫേസ് അല്ലെങ്കിൽ ഇസ്കീമിക് എന്ന് വിളിക്കാം. ഇസ്കീമിക് സംസാരിച്ച് ചെറിയ എന്താണ് പാൽപിറ്റേഷൻ. ഞാൻ കണ്ടില്ല, ഇന്ന് മൊത്തം ഇങ്ങനെ ചെയ്യണ്ടോ? ഇന്ന് മൊത്തം കൈയിടുകയാണെന്നാണ് കാണുന്നുണ്ടോ? കൈ സംസാരിച്ച് ചെറിയ, ഞാൻ പറഞ്ഞു രാവിലോട്ടെ പാൽപിറ്റേഷൻ. ഈസി ആയിട്ട് നോക്കണോ? രാവിലെ തുടങ്ങിയാണ്, നോക്കണോ? Yes. 6 മണി ക്ലാസ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ മനസ്സിലായോ? രാവിലെ 9 ക്ലാസ് വെച്ച് കാര്യം മനസ്സിലായോ? പെട്ടെന്ന് രാവിലെ 9 ക്ലാസ് മനസ്സിലായോ? ഞാൻ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ഈ പറഞ്ഞ 3-4 മണിക്കൂർ ഇരിക്കുമ്പോഴേ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ 6 മണി ഒഴിവാക്കി രാവിലെ പെട്ടെന്ന് കിടത്തുക. അത് ഉപകാരപ്പെട്ടല്ലോ. ഇത്രയും പഠിക്കാൻ പറ്റില്ലേ? കാര്യം മനസ്സിലായി പഠിക്കാൻ പറ്റില്ലേ? ഈ ഹോർമോൺസ് ചോദ്യം വരും കേട്ടോ. ഹോർമോൺസ് പ്രധാനപ്പെട്ട ചോദ്യം വരും. കാരണം നമ്മൾ ഇനി അടുത്ത് എൻഡോക്രൈൻ പഠിക്കുമ്പോൾ ഇതുമായിട്ട് മിക്സ് ചെയ്യേണ്ടി വരില്ലല്ലോ. എൻഡോക്രൈൻ പഠിക്കുമ്പോൾ ആ ഫങ്ഷൻസ് ഇതുമായിട്ട് മിക്സ് ചെയ്യേണ്ടി വരില്ല. കാരണം ഇവിടുത്തെ ഫങ്ഷൻ ക്ലിയർ ആയല്ലോ. ഈ പറഞ്ഞ പിറ്റ്യൂട്ടിൽ വരുന്ന FSH എന്ത് ചെയ്യും, അങ്ങനെ LH എന്ത് ചെയ്യും, അത് ആരെ കുറയ്ക്കും, കൂട്ടും, മനസ്സിലായല്ലോ. ഫങ്ഷൻ ഓഫ് ഇൻഹിബിൻ അറിയാമല്ലോ. ഫങ്ഷൻ ഓഫ് ഇൻഹിബിൻ എന്താ? ഇൻഹിബിന്റെ ഫങ്ഷൻ എന്താ? സപ്രസ്. എന്തിന് ഇൻഹിബിന്റെ ഫങ്ഷൻ എന്താ? സപ്രസ്. FSനെ മതി, നീ വരണ്ട അങ്ങോട്ട്, പിറ്റ്യൂട്ടറികളാണ് എത്തണ്ട, സപ്രസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഫേസ് മെൻസ്ട്രൽ. ദ പ്രീ മെൻസ്ട്രൽ അല്ലെങ്കിൽ ഇസ്കീം ഫേസ്. എത്ര ദിവസം ഉണ്ട്? 3 ദിവസം അല്ലേ? എത്ര ദൂരം എത്രയാ? 3 ദിവസം അല്ലേ? പ്രീ മെൻസ്ട്രൽ അല്ലെങ്കിൽ ഇസ്കീം ഫേസ് എന്ന് പറയുമ്പോൾ എത്ര ദിവസം? 3 ദിവസം ഡ്യൂറേഷൻ വരുന്നത്. സൈക്കിൾ അല്ലേ? പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ, പ്രഗ്നൻസി സംഭവിച്ചിട്ടില്ലെങ്കിൽ അവസാനത്തെ 3 ദിവസം വിളിക്കുന്ന പേരെന്താ? ലൂട്ടിയല്ലേ? പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ അടുത്ത് വരുന്ന 3 ദിവസം ഏതാ? നേരത്തെ പറഞ്ഞ ഫേസിൽ പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ അടുത്ത് വരുന്ന 3 ദിവസം സൈക്കിൾ എന്ന് വിളിക്കാം. പ്രീ മെൻസ്ട്രൽ അല്ലേ? പ്രഗ്നൻസി സംഭവിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് വരുന്ന 3 ദിവസം ഏതാ? ലൂട്ടിയൽ ഫേസ് അല്ലേ? ലൂട്ടിയൽ ഫേസ്. ഇംപ്ലാന്റേഷൻ നടന്നില്ല, പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ അടുത്ത് വരുന്ന 3 ദിവസം എന്താ? പ്രീ മെൻസ്ട്രൽ അല്ലെങ്കിൽ ഇസ്കീമിക് എന്ന് വിളിക്കാം. ഇവിടെ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ FSH, LH, പ്രൊജസ്ട്രോൺ എല്ലാം എന്ത് ചെയ്യും? ഇവിടെ വെച്ച് കുറയില്ലേ? അവിടെ പ്രഗ്നൻസി നടന്നില്ല, ഇംപ്ലാന്റേഷൻ നടന്നില്ല. സോ അടുത്ത 3 ദിവസം പറഞ്ഞ എല്ലാ ഹോർമോൺസും കുറയും. FSH കുറയും, LH കുറയും, പ്രൊജസ്ട്രോൺ കുറയും. ഇനി ആവശ്യമില്ലല്ലോ. പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ 3 പേര് ആവശ്യമില്ലല്ലോ, എല്ലാം കുറയണ്ടേ? 3 ഹോർമോൺ കുറയും. ആ ഫേസ് ചെയ്ത പ്രീ മെൻസ്ട്രൽ അല്ലെങ്കിൽ ഇസ്കീം ഫേസിൽ 3 ഹോർമോൺ 14 ഡേ കഴിഞ്ഞു, അടുത്ത 3 ദിവസമായി. ആ സമയത്ത് പ്രഗ്നൻസി നടന്നില്ലെങ്കിൽ ഇവരെല്ലാം കയറി എന്ത് ചെയ്യും? അങ്ങ് കുറയും അല്ലേ? അപ്പോ FSH കുറയുമ്പോ இந்த ബ്ലഡ് ഫ്ലോ കുറഞ്ഞൂടെ? അവിടെ FSH കുറയുമ്പോൾ இந்த ബ്ലഡ് ഫ്ലോ കുറഞ്ഞൂടെ? ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ എൻഡോമെട്രിയം ഇസ്കീമിക് ആയിക്കൂടെ? ഓട്ടോമാറ്റിക്കായിട്ട് എൻഡോമെട്രിയം പതിയെ ഇസ്കീമിക് ആയിക്കൂടെ?
ഓട്ടോമാറ്റിക് ആയിട്ട് എൻഡോമെട്രിയം പതിയെ ഇസ്കീമിക് ആയിക്കൂടെ. ആ നേരത്തെ പറഞ്ഞ കോർപ്പസ് ലൂട്ടിയം ഇവിടെ എത്തുമ്പോൾ இந்த ഡീജനറേഷൻ ചെയ്തുകൂടെ, നശിച്ചു വെക്കൂടെ? നേരത്തെ അവിടെ റെഡി ആയിരുന്ന കോർപ്പസ് ലൂട്ടിയം എവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഡീജനറേഷൻ നടന്നുകൂടെ, ഡീജനറേഷൻ നശിച്ചു വെക്കൂടെ? ആ സമയത്തെ എപ്പോഴും അറിയായിരിക്കും നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ തോന്നുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ ഫേസ് എത്തുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോഡി ടെമ്പറേച്ചർ കുറയും പോലെ കണ്ടുണ്ടോ? എൻഡോമെട്രിക് ഇസ്കീമിക് ആകുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറയില്ലേ? അനുഭവം ഇറക്കിയില്ല. ഈ സമയത്ത് മൂന്നാമത്തെ ഫേസ് എത്തുമ്പോൾ എപ്പോഴെങ്കിലും ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടോ ഇറങ്ങിയില്ല? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ മൂന്നാമത്തെ ഫേസ് എത്തുമ്പോൾ എപ്പോഴും ബോഡി ടെമ്പറേച്ചർ പതിയെ കുറയും അല്ലേ? സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടോ? ബോഡി സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോടെ? എന്തുകൊണ്ടാ? ഇംപ്ലാന്റേഷൻ നടക്കാതെ മെൻസ്ട്രൽ ബ്ലീഡിംഗ് തൊട്ട് മുമ്പായിട്ട് എന്താണ് ബോഡി ടെമ്പറേച്ചർ എല്ലാം കുറഞ്ഞു തുടങ്ങും, മറക്കരുത്. ഇനി സൈക്കിളിന് തൊട്ട് മുൻപായിട്ട് ഒരു പെയിൻ വന്നിട്ടുണ്ടോ? പെയിൻഫുൾ സെൻസേഷൻ. സൈക്കിളിന് തൊട്ട് മുൻപായിട്ട് ഒരു പെയിൻഫുൾ സെൻസേഷൻ ഉണ്ടോ? അവിടെ ഒരു പേരുണ്ട്. മിഡിൽ എവിടെയെങ്കിലും മിഡ്മേഴ്സ് ഫിംഗറിനോടെങ്കിലും കേട്ടിട്ടുണ്ടോ? സൈക്കിളിന് തൊട്ട് ഒരു പെയിൻഫുൾ സെൻസേഷൻ. മിഡ്മേഴ്സ് പറയാൻ കൊള്ളാത്ത വാക്കല്ലേ, മിഡ്മേഴ്സ് എന്ന് വിളിക്കും കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ ചെറിയൊരു പെയിൻഫുൾ കാരണം? എന്തുകൊണ്ടാ? എൻഡോമെട്രിയത്തിൽ ബ്ലഡ് വെസൽ എല്ലാം പ്രോപ്പർ ആയിട്ട് ലോഞ്ച് ചെയ്ത് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. എൻഡോമെട്രിയത്തിൽ ആ പറഞ്ഞ ബ്ലഡ് വെസൽ എല്ലാം പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ലല്ലോ. ആ സമയത്ത് ഉണ്ടാവുന്ന പെയിനല്ലേ ഇത്? എൻഡോമെട്രിയൽ ആ സമയത്ത് എല്ലാം ഡീജനറേഷൻ സംഭവിക്കില്ലേ? എല്ലാം ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു പെയിൻഫുൾ സെൻസേഷൻ വരും. ആ പെയിൻഫുൾ സെൻസേഷൻ പറയുന്ന പേരെന്താ? ചോദ്യം വരും. പറഞ്ഞു. എന്ത് പെയിനാ? യെസ്, ക്ലിയർ. ഫസ്റ്റ് സ്റ്റേജ് ആയി, സെക്കൻഡ് ഫേസ് ആയി, തേർഡ് ഫേസ് ആയി, ആൻഡ് ഫോർത്ത് ഫേസ് ഏതാ? നാലാമത്തെ ഫേസ് ഏതാ? മെൻസ്ട്രുവൽ ഫേസ്. ഫോർത്തിന് എന്താ? നാലാമത്തെ ഫേസിനെ വിളിക്കുന്ന പേരെന്താ? മെൻസ്ട്രുവൽ ഫേസ് വിളിക്കില്ല. മെൻസ്ട്രുവൽ ഡ്യൂറേഷൻ എത്രയാ? 4 ദിവസം. നാലാമത്തെ ഫേസ് ആയ മെൻസ്ട്രുവൽ ഫേസിന്റെ എത്ര ദിവസം ഉണ്ട്? 4 ദിവസം ഡ്യൂറേഷൻ ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 4 ദിവസം ഡ്യൂറേഷനുള്ള ഈ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? എൻഡോമെട്രി ഷെഡായി തുടങ്ങും. അവിടെ വെച്ച് എൻഡോമെട്രിയത്തിന്റെ ഫങ്ഷണൽ ലെയർ എപ്പോഴും ഷെഡ് ആവൂലേ? എൻഡോമെട്രിയത്തിന്റെ ഫങ്ഷണൽ ലെയർ എപ്പോഴും ഷെഡായി പോകുന്നത് ഇവിടെ വെച്ചല്ലേ? എന്തുകൊണ്ടാണ് ഷെഡിങ് വരാൻ കാരണം? എന്താ ഷെഡിങ് ആവുക, കൊഴിഞ്ഞു പോവുക? കാരണം എന്താ? എൻഡോമെട്രിയന്റെ ഫങ്ഷണൽ ലെയർ ഇവിടെ വെച്ച് മെൻസ്ട്രുവൽ ഫേസിൽ ഷെഡിങ് ആയി പോവും, കൊഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ കാരണം എന്തുകൊണ്ടാ? അതായത് നിങ്ങൾ ഈ പറഞ്ഞ ബ്ലീഡിംഗ് എന്ന് പറയാറില്ലേ? എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ബ്ലീഡിങ് മാത്രം, ബ്ലഡ് മാത്രം ഒന്ന് പഠിക്കരുത് കേട്ടോ. അവിടെ പോകുന്നത് എന്താ? പുറത്തോട്ട് പോകുന്നത് എൻഡോമെട്രിയലിന്റെ. നിങ്ങൾ എപ്പോഴും ബ്ലഡ് ആണ് പോകുന്നത് പറയും. ആ ബ്ലഡിനകത്ത് എന്തുണ്ട്? എൻഡോമെട്രിയത്തിന്റെ പാർട്ടില്ലേ, ടിഷ്യൂസ് ഫോറിലൂടെ. ആക്ച്വലി ഇവിടെ എന്താ ഷെഡായി പോകുന്നത് പുറത്തോട്ട്? ബ്ലഡ് മാത്രമാണോ? ആക്ച്വലി ഇവിടെ ഷെഡിങ് ആയി പോകുന്നത് ബ്ലഡ് ആണോ? എൻഡോമെട്രിയം അല്ലേ? ടിഷ്യൂസ് അല്ലേ? എൻഡോമെട്രിയലുള്ള ടിഷ്യൂസ് അല്ലേ ആ ബ്ലഡിന്റെ കൂടെ പുറത്തോട്ട് പോകുന്നത്? മറക്കരുത്. കാരണം എന്തുകൊണ്ടാ ഷെഡിങ് വരാൻ കാരണം? ഇവിടെ ഏത് ഹോർമോൺ കുറയും? ഈസ്ട്രോജന്റെ ലെവൽ കുറയല്ലേ? ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെ ലെവൽ കുറയുന്നത് കൊണ്ട് എപ്പോഴും ഷെഡിങ് സംഭവിക്കുന്നത് അല്ലെ? ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ആ ഒരു ലെവൽ കുറയുന്ന എപ്പോഴും ഷെഡിങ് ഓഫ് എൻഡോമെട്രിയം സംഭവിച്ചാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഈസ്ട്രോജൻ കുറയും, പ്രൊജസ്ട്രോൺ കുറയും. ഇവയെല്ലാം കുറയുമ്പോൾ എന്ത് ചെയ്യും? എൻഡോമെട്രിയം എന്ത് ചെയ്യും? ടിഷ്യൂസ് എല്ലാം ബ്ലഡിന്റെ കൂടെ പുറത്തോട്ട് പോകും. ക്ലിയർ? 4 ദിവസം. എത്ര ബ്ലഡ് പോകും പുറത്തോട്ട്? എത്ര ബ്ലഡ് പോകും? ഒരു 50 മുതൽ 100 ml അല്ലേ? 50 മുതൽ 100 ml വരെ.
അല്ലേ? ശരിയല്ലേ? ഓരോ സൈക്കിൾ സമയത്തും ഓരോ സൈക്കിളിൽ ഏകദേശം 50 മുതൽ എന്താണ് ഒരു 100 ml വരെ ബ്ലഡ് ആണ് എപ്പോഴും പുറത്തോട്ട് പോകുന്നത്. ക്ലിയർ? 4 ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ക്ലിയർ ആയോ? ക്ലിയർ? അവിടെ ഈ പറഞ്ഞ இந்த എൻഡോമെട്രിയൽ പുറത്തു പോകുന്ന ക്രിസ്റ്റലായി പോകുന്ന ടിഷ്യൂസ് അല്ലേ? അപ്പൊ ബ്ലഡും കൂടി കലർന്ന എന്താണ് മിക്സ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് എപ്പോഴും പുറത്തോട്ട് പോകുന്നത്. ഇതിന്റെ ബ്ലഡ് എത്രയാ? 50 മുതൽ 100 ml പോകും കേട്ടോ. Okay. ശേഷം എന്ത് ചെയ്യും? ശേഷം എന്ത് ചെയ്യും? നേരത്തെ ഇരുന്ന എൻഡോമെട്രിയൽ തിക്കായിരുന്നില്ലേ? നേരത്തെ ഇരുന്ന എൻഡോമെട്രിയൽ തിക്കായിരുന്നില്ലേ? എല്ലാ ബ്ലഡും പുറത്തും എന്ത് ചെയ്യും? തിന്നറാവില്ലേ? ആവില്ലേ? നേരത്തെ എൻഡോമെട്രിയൽ നല്ല തിക്കായിരുന്നില്ലേ? ഇവിടെ എല്ലാം എന്താണ് ടിഷ്യൂസ് എല്ലാം പുറത്തോട്ട് പോയി ബ്ലീഡിങ് കഴിഞ്ഞ ശേഷം എൻഡോമെട്രിയം ബിക്കം തിന്നറായി മാറുകയും ചെയ്യും. ക്ലിയർ? സൈക്കിൾ ക്ലിയർ ആയോ? സൈക്കിൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ. സോ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമുക്ക് ഇതിന്റെ അബ്നോർമൽ നോക്കാമോ? 5 മിനിറ്റ് ബ്രേക്ക് വരാം. അബ്നോർമാലിസ് നോക്കാമോ? സോ സൈക്കിൾ ഫുള്ള് പഠിച്ചെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമുക്ക് സൈക്കിളിന്റെ അബ്നോർമാൽസ് പഠിക്കാം. അബ്നോർമാൽസ് ഇൻ ദ മെൻസ്ട്രൽ സൈക്കിൾ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. സമയം കറക്റ്റ് എത്രയാണ്? എത്രയായി? സമയം എത്രയായി? എത്ര മണിയായി? സമയം എത്രയായി? 11:07 അല്ലേ? ഒരു 11:25 തുടങ്ങാം അല്ലേ? ഒരു 11:25 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 11:25 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കൂട്ടും കേട്ടോ.
സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാമോ? സോ സൈക്കിൾ പഠിച്ചില്ലേ? ആ സൈക്കിൾ കൂടെ പഠിച്ചില്ലേ? ഇനി സൈക്കിൾ വരുന്ന അബ്നോർമാലിറ്റീസ് പഠിക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? പഠിക്കാമോ? എപ്പോഴും ഒരു ചോദ്യം വരും. എപ്പോഴും ഒരു ചോദ്യം സൈക്കിളിൽ നിന്ന് വരാറുണ്ട്. ഒരു ചോദ്യം മിക്കവാറും ഹോർമോൺസ് വരാറുണ്ട്. ഒരു ചോദ്യം എപ്പോഴും അബ്നോർമാലിറ്റി ചോദിക്കാറുണ്ട്. ഇത് മൂന്നിൽ നിന്ന് എവിടേക്കും ഒരു ചോദ്യം വരും കേട്ടോ. ഒന്നുകിൽ സൈക്കിളിന്റെ ഫേസിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഹോർമോൺസിൽ നിന്ന് വരും, അല്ലെങ്കിൽ അബ്നോർമാൽസ് നിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. തുടങ്ങാം. എന്തൊക്കെ അബ്നോർമാലിറ്റി ഉണ്ട്? മെൻസ്ട്രൽ സൈക്കിളിൽ എന്തൊക്കെ അബ്നോർമാലിറ്റി വരാം? ഒരു ചാപ്റ്റർ തന്നെ പഠിക്കട്ടോ. ഓരോ കാര്യം പഠിക്കുമ്പോൾ സെപ്പറേറ്റ് പഠിക്കട്ടോ. ഒന്നും അകത്ത് മിക്സ് ചെയ്യരുതേ. എന്നുണ്ടോ? ഇത്ര ദിവസം പഠിച്ച് മനസ്സിലായല്ലോ. ഞാനെല്ലാം സെപ്പറേറ്റ് പഠിക്കുന്നില്ലേ? ഓരോ കാര്യം സെപ്പറേറ്റ്ലി പഠിപ്പിക്കുന്നത്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോ സെപ്പറേറ്റ് പഠിപ്പിക്കുക. കാരണം ഒന്നും അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. സോ സൈക്കിളിൽ വരുന്ന അബ്നോർമൽസ് പഠിക്കാം. തുടങ്ങാമോ? പോയോ? ഉണ്ട് അവിടെ. സോ ഫസ്റ്റ് ഏതാ? എപ്പോഴും ഫസ്റ്റ് വരുന്ന അബ്നോർമൽ എന്താ? എന്താ? ഡിസ്മിനോറിയ കേട്ടോണെങ്കിൽ സൈക്കിളിന്റെ അബ്നോർമൽസ് പഠിക്കുക. ഫസ്റ്റ് എന്താ? ദ ഡിസ്മെനോറിയ കേട്ടോണെങ്കിൽ ദ ഡിസ്മെനോറിയ എന്താണ്? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആണോ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ പറയുന്ന പേരെന്താ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഇത് ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ളതല്ലേ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇത് ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പേരല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും ഇത് ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പേരല്ലേ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് മാത്രം പഠിക്കരുത്. പെയിൻഫുൾ മെൻസ്ട്രേഷൻ വിച്ച് അഫക്ട്സ് ദ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലേ? ഒരാളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻഫുൾ മെൻസ്ട്രേഷനെ പറയുന്ന പേരെന്താ? ഒരാളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻഫുൾ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരെന്താ? ദ ഡിസ്മെനോറിയ ഓർ അമിനോറിയ. ചോദിക്കും, അമിനോറിയാണോ ദ ഡിസ്മെനോറിയാണോ? എക്സാം ഹാളിലേക്ക് കൺഫ്യൂഷൻ തോന്നും. എന്താ? ഡിസ്മെനോറിയ അല്ലേ? ദ ഡിസ്മെനോറിയാണോ അമിനോറിയാണോ? ചോദ്യം വരും. ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഏതാ? ദ ഡിസ്മെനോറിയ. മറക്കോ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷനെ പറയുന്ന പേരെന്താ? വളരെ വ്യക്തമായി പഠിക്കണം. ദ പെയിൻഫുൾ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരെന്താ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് ആസ് ദ ഡിസ്മെനോറിയ. ദ ഡിസ്മെനോറിയ എത്ര ടൈപ്പ് ഉണ്ട്? ദ ഡിസ്മെനോറിയ എത്ര ടൈപ്പ് ഉണ്ട്? പ്രധാനമായിട്ടും എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ടോ? 2 ടൈപ്സ് ഉണ്ടോ? ദ പെയിൻഫുൾ മെൻസ്ട്രേഷൻ ആയ ദ ഡിസ്മെനോറിയ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. എക്സാമ്പിൾ ചോദിക്കും. 2 ടൈപ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ദ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അല്ലേ? ദ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇതിന് പ്രൈമറി നോക്കുമ്പോൾ ആ പ്രൈമറിക്ക് മറ്റൊരു പേരുണ്ട്. എവിടെയെങ്കിലും സ്പാസ്മോഡിക് ദ ഡിസ്മെനോറിയ എന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും എക്സാമിന്? സ്പാസ്മോഡിക് ഏതെങ്കിലും എക്സാമിന് കേട്ടിട്ടുണ്ടോ? സ്പാസ്മോഡിക് ദ ഡിസ്മെനോറിയ ചോദ്യം കേട്ടോ. ദ പ്രൈമറി വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ ഡിസ്മെനോറിയ 2 ടൈപ്പ് ഉണ്ട്. അതിൽ ദ പ്രൈമറിയുടെ മറ്റൊരു പേരെന്താ? സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. സംഭവം എന്താ? സംഭവം എന്താ? ഈ പറഞ്ഞ ഫസ്റ്റ് മെൻസ്ട്രേഷൻ പറയുന്ന പേരെന്താ? ഫസ്റ്റ് മെൻസ്ട്രേഷൻ പറയുന്ന പേരെന്താ? മെനാർക്കയാണോ? മെനാർക്കെ. ആൻഡ് ലാസ്റ്റ് മെൻസ്ട്രേഷൻ പറയുന്ന പേരെന്താ? മെനോപ്പസ് ആണോ? മെനോപ്പസ് അല്ലേ? ആ, അപ്പൊ ഈ പറഞ്ഞ ഇത് മെനാർക്കയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്ന പെയിനെ വിളിക്കുന്ന പേരെന്താ? ദ മെനാർക്കയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്ന പെയിനെ വിളിക്കുന്ന പേരെന്താ? ദ പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് അല്ലേ? ദ മെനാർക്കയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്ന പെയിനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. ദ മെനാർക്കയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്ന പെയിൻഫുൾ സിറ്റുവേഷൻ പറയുന്ന പേരെന്താ? സ്പാസ്മോഡിക് അല്ലേ? മറക്കരുത്. ദ മെനാർക്കയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്ന എപ്പോഴും ദ പെയിൻ വരുന്നത് ഏതാ? പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. ക്ലിയർ? ക്ലിയർ? ക്ലിയർ അല്ലേ? അല്ലേ? ദ മെനാർക്കി തൊട്ട് മുമ്പ് എന്ന് വിളിക്കാം.
മെനാർക്കിക്ക് തൊട്ട് മുൻപ് മലയാളത്തിൽ പഠിക്കും. മെനാർക്കിക്ക് തൊട്ട് മുൻപാണ് എന്ത് വിളിക്കാം? പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. ഇനി മെനാർക്ക കഴിഞ്ഞു കുറെ വർഷങ്ങൾക്ക് ശേഷം വരുന്നത് ഏതാ? മെനാർക്ക കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പെയിൻ വരുന്നത് എന്ത് വിളിക്കുകയാണ്? മെനാർക്ക കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു പെയിൻ വരുന്നത് എന്ത് വിളിക്കാം? സെക്കൻഡറി ഡിസ്മെനോറിയ. മെനാർക്കിക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരുന്ന പെയിൻ എന്താ? സെക്കൻഡറി. മറക്കരുത്. അപ്പം ഇത് ഡിസ്മെനോറിയ രണ്ട് ടൈപ്പ് ഉള്ളു. ഡിസ്മെനോറിയ പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ എന്താണ്? രണ്ട് ടൈപ്പ് ഉണ്ട്. പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ എപ്പോഴും രണ്ട് ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഇത് ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ ആയ ഡിസ്മെനോറിയ രണ്ട് ടൈപ്പ് ഉള്ളതൊക്കെയാ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ഉണ്ട്. ഈ പ്രൈമറിയുടെ മറ്റൊരു പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. ഇത് മെനാർക്കയ്ക്ക് തൊട്ട് മുൻപുണ്ടാകുന്ന പെയിൻ ഏതാ? എന്താ? പ്രൈമറി അല്ലേ? മെനാർക്കയ്ക്ക് തൊട്ട് മുൻപ് വരുന്ന പെയിൻ എപ്പോഴും പ്രൈമറി എന്ന് വിളിക്കാം. മെനാർക്കയ്ക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന പെയിൻ ഏതാ? സെക്കൻഡറി എന്ന് വിളിക്കാം. ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി, ബിഫോർ മെനാർക്കി അല്ലെങ്കിൽ അറ്റ് മെനാർക്കി ഏതാ? മെനാർക്കിക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിലാണെങ്കിൽ പ്രൈമറി അല്ലേ? മെനാർക്കിക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിലാണെങ്കിൽ പ്രൈമറി. ശേഷം വരുന്നത് എന്താ? മെനാർക്കിക്ക് ശേഷം കഴിഞ്ഞ് വരുന്നത് ഏതാ? സെക്കൻഡറി. ക്ലിയർ? രണ്ട് കാര്യം ഓർമ്മിച്ചാൽ മതി. മെനാർക്കിക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിൽ വരുന്നാൽ പ്രൈമറി. ക്ലിയർ? മെനാർക്കിക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിൽ വന്നാൽ പ്രൈമറി. മെനാർക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം വന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ. ക്ലിയർ? ക്ലിയർ? ഒരു ടൈപ്പ് പഠിച്ചോ? ഒരു ടൈപ്പ് പഠിച്ചോ? അബ്നോർമാലിറ്റീസ് മെൻസ്ട്രൽ വരുന്ന അബ്നോർമാലിറ്റീസിൽ ഒരു ടൈപ്പ് ക്ലിയർ ആയോ? ഒരു ടൈപ്പ് മനസ്സിലായോ? ഒരു ടൈപ്പ് ക്ലിയർ ആയോ? അബ്നോർമാലിറ്റീസ് മെൻസ്ട്രൽ സൈക്കിൾ ചോദിക്കും. അത് ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടൈപ്പും സബ് ടൈപ്സ് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടൈപ്പും സബ് ടൈപ്സ് ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞേ. നിങ്ങളുടെ ഇത് ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷനെ പറയുന്ന പേരെന്താ? ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേര് ചെറുപറ പറഞ്ഞു. ഡിസ്മെനോറിയ. എത്ര ടൈപ്പ് ഉണ്ട്? ഡിസ്മെനോറിയ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് എന്നും സെക്കൻഡറി എന്നും വിളിക്കാം. സെക്കൻഡറി രണ്ടാമത്തെ ടൈപ്പ് അല്ലേ? അപ്പൊ പ്രൈമറി ഫസ്റ്റ് ടൈപ്പ് ആണ്. പ്രൈമറി ഫസ്റ്റ് ടൈപ്പ് ആണ്. ഫസ്റ്റ് ടൈപ്പിൽ മറ്റൊരു പേര് സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. മെനാർക്കയ്ക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിൽ വരുന്ന പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്താ? മെനാർക്കയ്ക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിൽ വരുന്ന പ്രസന്റ് ടൈമിൽ വരുന്ന ഏതാ? പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക് അല്ലേ? ഇനി ഈ പറഞ്ഞത് മെനാർക്ക കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും പെയിൻഫുൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സെക്കൻഡറി. സിമ്പിൾ പഠിക്കേ. രണ്ട് പഠിച്ചോ. മെനാർക്ക് അറ്റ് ദ ടൈമോ ബിഫോറോ വന്നാൽ പ്രൈമറി അല്ലെങ്കിൽ സ്പാസ്മോഡിക്. മെനാർക്ക് ശേഷം വരുന്ന പെയിൻ എപ്പോഴും സെക്കൻഡറി എന്ന് വിളിക്കാം. സെക്കൻഡറി. ഇനി അടുത്ത ടൈപ്പ് ഏതാ? മെനറോജിയ. മെനറോജിയ അല്ലെങ്കിൽ ഹൈപ്പർ മെനറോജിയ എന്തായിരിക്കും? എന്താ ഇത്? മെനറോജി അല്ലെങ്കിൽ ഹൈപ്പർ മെനറോജി എന്താ? മെനറോജി അല്ലെങ്കിൽ ഹൈപ്പർ മെനറോജി എന്താ? മെനറോജി അല്ലെങ്കിൽ ഹൈപ്പർ മെനറോജി എന്താ? എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്. 7 ദിവസം വരെയുള്ള എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന പേരെന്താ? 7 ദിവസം വരെയുള്ള എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന പേരെന്താ? 7 ദിവസം വരെയുള്ള എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന പേരെന്താ? മെനറോജിയ. ഫസ്റ്റ് ഡേ പഠിച്ചത് അബ്നോർമാൽസ്. ഈ ഒരു ക്ലാസ് തുടങ്ങിയപ്പോ ഇത് പഠിച്ചത് ഇപ്പൊ തന്നെ പഠിക്കുക. ഇല്ല ഡിസ്മെനോറിയ ആണോ? ഡിസ്മെനോറിയ പഠിച്ചില്ലേ? എന്താ അത്? പെയിൻഫുൾ മെൻസ്ട്രേഷൻ അല്ലേ? പെയിൻഫുൾ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരെന്താ? ഞാൻ ഓരോ ചോദിക്കും ഉത്തരം ചറവറ പറഞ്ഞു. പെയിൻഫുൾ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേര് ഡിസ്മെനോറിയ. എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇനി ഈ പ്രൈമറിയുടെ മറ്റൊരു പേരെന്താ? സ്പാസ്മോഡിക് എന്ന് വിളിക്കാം. മെനാർക്കയ്ക്ക് തൊട്ട് മുൻപോ അറ്റ് ദ ടൈമിൽ വന്നാൽ എന്ത് വിളിക്കാം? മെനാർക്ക് തൊട്ട് മുമ്പും അറ്റ് ദ ടൈം വന്നാൽ സ്പാസ്മോഡിക് അല്ലെങ്കിൽ പ്രൈമറി അല്ലേ? ഇനി മെനാർക്ക് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പെയിൻ വന്നാൽ എന്ത് വിളിക്കാം?
സെക്കൻഡറി. അതെല്ലാം പഠിച്ചു. രണ്ടാമത്തെ ഇപ്പൊ പഠിക്കുന്നത് മെനറോളജി അല്ലെ. മെനറോളജി അല്ലെങ്കിൽ എന്താ? ഹൈപ്പർ മെനറോളജി. എന്താ മെനറോളജി അല്ലെങ്കിൽ ഹൈപ്പർ മെനറോളജി എന്തായിരിക്കും? എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് 7 ദിവസം ഉണ്ടാവും അല്ലെ. എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് 7 ദിവസം വരെയുള്ള എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിങ് പറയുന്ന പേരെന്താ? മെനറോളജി അല്ലെങ്കിൽ ഹൈപ്പർ മെനറോളജി അല്ലെ. അതും പഠിച്ചു. ആൻഡ് തേർഡ് ടൈപ്പ് ഈസ് ദ പോളിമെനറോളജി. പോളിമെനറോളജി എന്താ? മൂന്നാമത്താണ് പോളി. പോളി എന്താ? എന്താ പോളി? എന്താ പോളി? എന്തായിരിക്കും പോളി? എന്താ? ഇത് റെഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണോ? പോളി എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് വരുന്നതാണോ? അത് ഫസ്റ്റ് ഇതാണ്. ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് റെഗുലർ ആണോ? ദ ബ്ലീഡിംഗ് റെഗുലർ ആയിട്ട് ഉണ്ടാവും. പക്ഷെ എന്താ പ്രത്യേകത? എന്താ പ്രശ്നം? എന്താ? റെഗുലർ ആണ്, പക്ഷെ എന്താ പ്രശ്നം? എന്താ? ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് റെഗുലർ ആണ്, പക്ഷെ പ്രശ്നം എന്താ? സൈക്കിൾ കുറയോ? സൈക്കിളിന്റെ ഇന്റർവൽ എത്ര കുറയും? 21 ദിവസമായി കുറയല്ലേ. സൈക്കിളിന്റെ ഇന്റർവെല്ലിൽ കുറഞ്ഞ് എന്ത് വിളിക്കാം? പോളിമെനറോളജി അല്ലേ. ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് റെഗുലർ ആണ്, ദ ബ്ലീഡിംഗ് എല്ലാം റെഗുലർ ആണ്, പക്ഷെ സൈക്കിളിന്റെ ലെങ്ത് 21 ദിവസമാവും. ലെസ് ദാൻ 20 ദിവസം താഴെയാവും കേട്ടോ. 21 ദിവസവും 20 ദിവസവും താഴെ വന്നാൽ എന്ന് വിളിക്കാം? പോളിമെനറോളജി അല്ലേ. ശരിയല്ലേ. ഇന്റർവെൽ എപ്പോഴും 21 താഴെ വന്നാൽ ഓരോ 21 ദിവസവും സൈക്കിൾ മാറി മാറി വന്നുകൊണ്ടിരുന്നാൽ എന്ത് വിളിക്കാം? ബ്ലീഡിംഗ് കറക്റ്റ് ആണ്, പക്ഷെ സൈക്കിളിന്റെ ഇന്റർവെൽ ഓരോ 21 ദിവസം എന്നിങ്ങനെ വന്ന് എന്ത് വിളിക്കാം? ചോദ്യം വരും. സൈക്കിളിന്റെ ഇന്റർവെൽ എപ്പോഴും 21 ദിവസം മാറി മാറി വന്നാൽ എന്ത് വിളിക്കാം? പോളിമെനറോളജി. പോളി കിട്ടിയല്ലോ. 2 കാര്യം പറഞ്ഞു. എക്സസീവ് ബ്ലീഡിംഗ് ആണ് 7 days എന്ന് വിളിക്കാം. എക്സസീവ് ബ്ലീഡിംഗ് ആണ് 7 days വരെ എന്ത് വിളിക്കാം? മെനറോളജി അല്ലെങ്കിൽ ഹൈപ്പർ അല്ലേ. മെനറോളജി അല്ലെങ്കിൽ ഹൈപ്പർ എന്ന് വിളിക്കാം. ഇനി ബ്ലീഡിംഗ് റെഗുലർ ആണ്. ഇനി പക്ഷെ ഇത് ഇന്റർവൽ 21 ദിവസം താഴെ എന്ന് വിളിക്കാം. ഇന്റർവൽ 21 days താഴെയാണ് ഇത് വിളിക്കാം? പോളി. കിട്ടിയോടെ? 3 ടൈപ്പ് കിട്ടിയോ? 3 കിട്ടിയല്ലോ. ചോദ്യം പോയി സ്ഥലം 3 കിട്ടിയല്ലോ. 3 കിട്ടിയോ? 21 ദിവസത്തിന് താഴെയാണ് എക്സസീവ് ബ്ലീഡിംഗ് ആണെങ്കിൽ പറഞ്ഞ പേരെന്താ? 21 ദിവസം താഴെയാണ് എക്സസീവ് ബ്ലീഡിംഗ് ആണെങ്കിൽ പോളിമെനറോളജി അല്ലേ. നേരത്തെ പറഞ്ഞു, ക്ലാസ് തുടക്കം പറഞ്ഞു, ലെങ്ത് ഷോർട്ടൻ ചെയ്ത ഫേസ് ഏതാ? ഏത് ഫേസിൽ വെച്ച ലെങ്ത് ഷോർട്ടൻ ആവുന്ന ഫേസ് ഏതാ? ദ മെൻസ്ട്രുവൽ സൈക്കിളിൽ ദ പ്രോളിഫറേറ്ററി അല്ലേ. ലെങ്ത് ഷോർട്ടൻ വരുന്ന ഫേസ് ഇൻ ദ മെൻസ്ട്രുവൽ സൈക്കിൾ ഏതാ? ദ പ്രോളിഫറേറ്ററി അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ. ദ പോളിമെനറോളജി വരുന്ന വയസ്സിലായിരിക്കും. ഇത് പ്രോളിഫറേറ്ററി അല്ലേ. യെസ്. 4ാമത്തെ കണ്ടീഷൻ എന്താണ്? ഇത് മെനോസ്റ്റാസിസ്. എന്താ മെനോസ്റ്റാസിസ്? സ്റ്റാസിസ് മീൻസ് എന്താ? മെനോസ്റ്റാസിസ് എന്താ? നല്ല പ്രൊലോങ്ഡ് ആയിട്ടുള്ള ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് 7 ദിവസം കഴിഞ്ഞു 8 ദിവസം വരെ നീണ്ടു പോകാറില്ലേ അല്ലേ. ദ മെൻസ്ട്രൽ സൈക്കിളിന്റെ എന്താണ്? ദ ബ്ലീഡിംഗ് 7 8 ദിവസം വരെ നീണ്ടുവെക്കൂടെ? ദ മെൻസ്ട്രൽ ബ്ലീഡിംഗ് പ്രൊലോങ്ഡ് ആണെങ്കിൽ എന്ത് വിളിക്കാം? 7 8 ദിവസം വരെ എന്താണ് ഈ പറയുന്ന ബ്ലീഡിംഗ് എക്സസീവ് ആയിട്ട് പൊക്കെന്ന് വിളിക്കാം? മെനോസ്റ്റാസിസ് അല്ലേ. എപ്പോഴും ബ്ലീഡിംഗ് ആയിരിക്കില്ലേ. എപ്പോഴും ബ്ലീഡിംഗ് ആണെങ്കിൽ ദ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ആണ് 7 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ദ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് വന്നാൽ എന്ത് കണ്ടീഷനാ? മെനോസ്റ്റാസിസ്. ക്ലിയർ? യെസ്. ക്ലിയർ ആയില്ല?
ക്ലിയർ ആയി? 4 ടൈപ്പും കിട്ടിയോ? 4 ടൈപ്പും കിട്ടിയോ? അഞ്ചാമത്തെ ഏതാ? ഇത് ഒളിഗോ മെൻട്രോ. ഒളിഗോ ഒളിഗോ എന്താ? ഒളിഗോ എന്തായിരിക്കും? ഒളിഗോ അഞ്ചാമത്തെ കാര്യം ഒളിഗോ. ഒളിഗോ മീൻസ് ഒരുപാടുണ്ട്, കുറച്ചുണ്ട്. നമ്മൾ വാക്ക് പറയാം, സ്കാൻഡി എന്ന വാക്ക് പറയാറുണ്ട്. എക്സാമിന് ആ വാക്ക് ചോദിക്കും. സ്കാൻഡി മീൻസ് എന്താ? വളരെ കുറച്ചല്ലേ? വളരെ കുറച്ചുള്ള ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള മെൻസ്ട്രൽ ഫ്ലോ പറയുന്ന പേരെന്താ? വളരെ കുറച്ചുള്ള ഇൻഫ്രീക്വന്റ് ആയിട്ട് സ്ഥിരം ചോദ്യം, എക്സാമിന് സ്ഥിരം ചോദ്യം ഒളിഗോ കേട്ടോ. കണ്ടാണോ ഒരു ചോദ്യം? എക്സാമ്പിൾ സ്ഥിരം ചോദ്യം ഏത്? എല്ലാ എക്സാമിലും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ഒളിവ് തന്നെ ചോദിക്കാറുണ്ട്. ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള സ്കാൻഡി ആയിട്ടുള്ള വളരെ കുറച്ചുള്ള ബ്ലീഡിങ് വന്ന് എന്ത് വിളിക്കാം? മെൻസ്ട്രൽ ഫ്ലോ വളരെ കുറച്ചേ ഉണ്ടാകുകയുള്ളൂ. മെൻസ്ട്രൽ ഫ്ലോ വളരെ കുറച്ചേ ഉള്ളൂ. സൈക്കിൾ കൃത്യമില്ലേ? സൈക്കിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകാറുണ്ടോ? ഉണ്ടല്ലോ. മെൻസ്ട്രൽ ഫ്ലോ കുറയുമ്പോൾ സൈക്കിൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകാറുണ്ടല്ലോ അല്ലേ? ആബ്സെന്റ് അല്ല അല്ലേ? പക്ഷെ ആബ്സെന്റ് അല്ല, സൈക്കിൾ ഉണ്ട്. പക്ഷേ ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് എന്ത് വിളിക്കാം? സൈക്കിൾ ആബ്സെന്റ് അല്ല, സൈക്കിൾ പ്രസന്റ് ആണ്. പക്ഷേ ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ എന്ത് കണ്ടീഷനാ? ഒളിഗോ മെൻട്രോജി അല്ലേ? ഒളിഗോ അല്ലേ? ഒളിഗോ അല്ലേ? ഒളിഗോ അല്ലേ? സൈക്കിൾ ഉണ്ട്, പക്ഷെ സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? അത്രയും ബ്ലഡ് ഫ്ലോ വളരെ കുറവായെന്ന് വിളിക്കാം, ഒളിഗോ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഈസ് ഹൈപ്പോ. നെക്സ്റ്റ് ഏതാ? ഹൈപ്പോ. ഹൈപ്പോ എന്താ? ഹൈപ്പോ എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോ എന്തായിരിക്കും? ഇവിടെ പീരീഡ് ഒക്കെ കറക്റ്റ് ആയിരിക്കും അല്ലേ? ഹൈപ്പോ മീൻസ് എന്താ? ഇവിടെ പീരീഡ് എല്ലാം കറക്റ്റ്, പക്ഷെ എന്തായിരിക്കും? ഫ്ലോ വലുതായിട്ടില്ലല്ലോ അല്ലേ? ഇവിടെ പീരീഡ് ഒക്കെ വളരെ കറക്റ്റാ, പക്ഷെ ഫ്ലോ ഇല്ല എന്ന് വിളിക്കാം. പീരീഡ് ഒക്കെ കറക്റ്റ് ആണ് അല്ലേ? പീരീഡ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. എന്താ റെഗുലർ ആയിട്ട് എല്ലാ പീരീഡും കറക്റ്റ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? ഫ്ലോ വലുതായിട്ടില്ല. ഫ്ലോ വലുതായിട്ടുണ്ട് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഹൈപ്പോ അല്ലേ? ഹൈപ്പോ അല്ലേ? ചിലപ്പോ ഫസ്റ്റ് 2 ദിവസം കാണുമല്ലേ? ഈ പറഞ്ഞ ഇനി ബ്ലഡ് ഫ്ലോ ഇല്ലേ? ആ 2 ദിവസം മാത്രമേ പിന്നെ കാണത്തില്ല അല്ലേ? ആ 2 ദിവസം മാത്രം ചിലപ്പോൾ ഈ പറഞ്ഞ ബ്ലഡ് ഫ്ലോ കാണും. പിന്നെ എന്താണ്? ഫ്ലോ ഉണ്ടാവത്തില്ല. എന്റെ ചോദ്യം, വളരെ കുറച്ച് മാത്രം ഇൻഫ്രീക്വന്റ് ആയിട്ട് വന്നാൽ എന്ത് വിളിക്കാം? ഒളിവാണോ? വളരെ കുറച്ച് മാത്രം ഇൻഫ്രീക്വന്റ് ആയിട്ട് വന്നാൽ എന്ത് കണ്ടീഷനാണ്? ചോദ്യം വരും. വളരെ കുറച്ച് മാത്രം ഇൻഫ്രീക്വന്റ് ആയിട്ട് വന്നാൽ ഒളിവോ? രണ്ടാമത്തെ ചോദ്യം, പീരീഡ് എല്ലാം കറക്റ്റ് ആണ്, റെഗുലർ ആണ്, പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞ ഫ്ലോ ഇല്ലെന്ന് വിളിക്കാം. പീരീഡ് എല്ലാം കറക്റ്റ് ആണ്, റെഗുലർ ആണ്, 2 ദിവസം കഴിഞ്ഞ ഫ്ലോ ഇല്ലെന്ന് വിളിക്കാം. ഫ്ലോ ഇല്ല, ഫ്ലോ കുറഞ്ഞത് വിളിക്കാം ഹൈപ്പോ. ക്ലിയർ? ക്ലിയർ 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 ക്ലിയർ? യെസ്. നെക്സ്റ്റ് ഏതാ? മെട്രോളജി. എന്താ അടുത്ത? എന്താ ഏഴാമത്തെ? എന്താ മെട്രോളജി? എന്താ മെട്രോളജി? എന്താ? ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം ചോദിക്കാൻ പറ്റേ? സൈക്കിൾ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയാതെ വളരെ കുറച്ച് മാത്രം ബ്ലഡ് വന്നാൽ എന്ത് വിളിക്കാം? സൈക്കിൾ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാതെ വളരെ കുറച്ച് ബ്ലഡ് വന്നാൽ എന്ത് വിളിക്കാം? ഒളിഗോ. ഒളിഗോ അല്ലേ? 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 ആണ്, ഒളിഗോ അല്ലേ? ഇനി പീരീഡ് റെഗുലർ ആണ്, പക്ഷേ ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലോ? പീരീഡ് റെഗുലറും ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലോ? ഹൈപ്പോ. വ്യത്യാസം മനസ്സിലായോ? ആ രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? യെസ്. എന്താ അടുത്ത ഏഴാമത്തെ മെട്രോളജി എന്ന് പറയുന്നത്? എന്താ മെട്രോളജി? അല്ലെങ്കിൽ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ്. മെട്രോളജി അല്ലെങ്കിൽ ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്തായിരിക്കും? 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 ബ്ലീഡിംഗ് ബിറ്റ്വീൻ റെഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണോ? സൈക്കിൾ ആണോ? ബ്ലീഡിംഗ് ബിറ്റ്വീൻ റെഗുലർ സൈക്കിൾ ആണോ? ബ്ലീഡിംഗ് ബിറ്റ്വീൻ റെഗുലർ സൈക്കിൾ ആണോ? ബ്ലീഡിംഗ് ബിറ്റ്വീൻ റെഗുലർ സൈക്കിളിന്റെ ഇടയിൽ വരുന്ന ബ്ലീഡിംഗ് ആണോ? റെഗുലർ സൈക്കിളിന്റെ ഇടയിൽ വരുന്ന ബ്ലീഡിംഗ് ആണോ? റെഗുലർ സൈക്കിളിന്റെ ഇടയിൽ വരുന്ന ഇന്റർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് വിളിച്ചൂടെ?
രണ്ട് സൈക്കിളിന്റെ ഇടയിൽ വരുന്ന ബ്ലീഡിങ് എന്താ? ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലേ? 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 യെസ്. 7 പഠിച്ചു. 8ാമത്തേത് 8. ഇത് ക്രിപ്റ്റോ ഉണ്ടോ? ഇത് ക്രിപ്റ്റോ മെൻറോയ്, ക്രിപ്റ്റോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ക്രിപ്റ്റോ മെൻറോയ് എവിടെയെങ്കിലും? ഇത് ക്രിപ്റ്റോ, ക്രിപ്റ്റോ എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയെങ്കിലും? യെസ് ഓർ നോ? കേട്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ? ഇല്ല. ചോദ്യം വരും. എന്തത് ക്രിപ്റ്റോ മെൻറോയ് എന്തായിരിക്കും? ആ ഒരു പേഴ്സൺ അറിയാമായിരിക്കും സൈക്കിൾ ആകാൻ പോകുന്നത്, അല്ലെ? ഇപ്പൊ ഒരാൾക്ക് അറിയാം സൈക്കിൾ ആകാൻ പോവുക അറിയാം, പക്ഷെ ബ്ലീഡിങ് വരില്ല. ഒരാൾക്കറിയാം സൈക്കിൾ ആകാൻ പോവുകയാണെന്നറിയാം, പക്ഷെ ബ്ലീഡിങ് വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഒന്നുകിൽ ഇത് ഹൈമൻ ബ്രേക്ക് ആവാത്തത് കൊണ്ടോ? അല്ലേ? അല്ലേ? ആയിക്കൂടെ, ആയിക്കൂടെ, അല്ലെ? അല്ലെങ്കിൽ എന്താണ് ഹൈമൻ ഇത് ബ്രേക്ക് ആവാത്തത് കൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഈ പറഞ്ഞത് ബ്ലഡ് അകത്തേക്ക് അബ്സോർവ് വെക്കൂടെ? ബ്ലഡ് അകത്തേക്ക് അബ്സോർവ് വെക്കൂടെ? അല്ലേ? മന്ത്ലി എല്ലാ സൈക്കിളിലെ സിംറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷെ ബ്ലീഡിങ് ഇല്ല. മന്ത്ലി സൈക്കിളിലെ സിംറ്റംസ് എല്ലാം ഒരാൾ കാണും, പക്ഷെ ബ്ലീഡിങ് ഇല്ലെങ്കിൽ എന്ത് ടൈപ്പാ? എല്ലാ മാസവും സൈക്കിളിലെ സിംറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷെ എന്താണ്? ബ്ലഡ് പുറത്തോട്ട് വരുന്നില്ല, അകത്തേക്ക് അബ്സോർവ് ചെയ്ത് പോകും. ബ്ലഡ് പുറത്തോട്ട് വരുന്നില്ല, ബ്ലഡ് അബ്സോർവ് ചെയ്ത് വിളിക്കാം ക്രിപ്റ്റോ അല്ലേ? അല്ലേ? മന്ത്ലി എന്താണ്? എല്ലാ സിംറ്റംസും ഉണ്ട്. ഇതാണ് ഇതാവാൻ പോകുന്നതിന്റെ എല്ലാ സിംറ്റംസും ഉണ്ട്, പക്ഷേ ബ്ലീഡിങ്, ബ്ലഡ് പുറത്തോട്ട് വരുന്നില്ല. എന്ത് വിളിക്കാം? ബ്ലീഡിങ് ഒട്ടും എന്ന് വിളിക്കാം ക്രിപ്റ്റോ. മറക്കും, മറക്കും, മറക്കും. ഇല്ല. എത്രണ്ണായി? 8 ആയോ? ഇനി ഏത് കൊണ്ടോ? ഇനി ഏത് കൊണ്ടോ? അമിനോറിയ. അമിനോറിയ, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എന്താ? അമിനോറിയ. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എന്താ? മെൻസ്ട്രുവേഷൻ പ്രസന്റ് ആകാതിരിക്കും വിളിക്കാം. മെൻസ്ട്രുവേഷൻ ഉണ്ടാകാതിരുന്നാൽ എന്ത് വിളിക്കാം? അമിനോറിയ അല്ലേ? മെൻസ്ട്രുവേഷൻ ആബ്സെന്റ് ആണെങ്കിൽ എന്ത് കണ്ടീഷനാ? മെൻസ്ട്രുവേഷൻ ആബ്സെന്റ് ആണെങ്കിൽ അമിനോറിയ. ഈ അമിനോറിയയുടെ 2 ടൈപ്പ് അമിനോറിയ ഉണ്ട്. അമിനോറിയ തന്നെ 2 ടൈപ്സ് ഓഫ് അമിനോറിയ ഏതൊക്കെയാ? ഫിസിയോളജിക്കൽ അമിനോറിയ എന്നും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഏതൊക്കെയാ? ഫിസിയോളജിക്കലും അതിന്റെ പ്രൈമറി എന്നാണോ? ഫിസിയോളജിക്കലും പാത്തോളജി കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഫിസിയോളജിക്കൽ, പാത്തോളജിക്കൽ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സോ ഫസ്റ്റ് നോക്കാം. ഫിസിയോളജിക്കൽ അമിനോറിയ തന്നെ നമുക്ക് വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. ഏതുണ്ട്? പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഫിസിയോളജിക്കൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി അമിനോറിയും സെക്കൻഡറിയും ഉണ്ട്. എന്തായിരിക്കും പ്രൈമറി? ഫിസിയോളജി മീൻസ് എന്താണ്? ഈ പറയും ബോഡിയുടെ ഫിസിക്കൽ ചേസ് കാരണം ബോഡി ഫിസിക്കൽ ചേസ് ഉണ്ടായിരിക്കോ? 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 എസ് ഉണ്ടായിരിക്കോ? ഉണ്ടാകും, ഉണ്ടായിരിക്കും. ഫിസിയോളജിയിൽ ബോഡിയിൽ ഫിസിക്കൽ ചേസ് എന്ന് പറയണം. പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈപ്പ് പ്രൈമറിയിൽ സൈക്കിൾ വേണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? നേരത്തെ പഠിപ്പിച്ചു. മെൻസ്ട്രൽ സൈക്കിൾ വേണമെങ്കിൽ ഏത് ഹോർമോൺ വരണം? മെൻസ്ട്രൽ സൈക്കിൾ വരണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? FSH വേണോ? FS സ്റ്റാർട്ടിംഗ് ആണ്. തുടക്കത്തിൽ വരുന്ന ഹോർമോൺ ആരാ? തുടക്കത്തിൽ മെൻസ്ട്രൽ സൈക്കിൾ വേണമെങ്കിൽ പറഞ്ഞ ഹോർമോൺ ഏതാ? FS അല്ലേ? അതൊരു പിറ്റ്യൂട്ടറി ഹോർമോൺ അല്ലേ? പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അമിനോറിയ പറയുന്ന പേരെന്താ? പ്രൈമറി അമിനോറിയ. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അമിനോറിയ പറയുന്ന പേരെന്താ? പ്രൈമറി അമിനോറിയ. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അമിനോറിയ പറയുന്ന പേരെന്താ? പ്രൈമറി അമിനോറിയ എന്ന് വിളിക്കാം. ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ക്ലിയർ ആയോ? യെസ്. സെക്കൻഡറി എന്തായിരിക്കും? സെക്കൻഡറി ആയിരിക്കും. സെക്കൻഡറി എന്താ?
സെക്കൻഡറി എന്താ? എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നോർമലി മെൻസ്ട്രൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് പ്രഗ്നൻസി പോലുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും. പ്രഗ്നൻസിയിൽ കാണപ്പെടുന്ന അമിനോറി ഈ ചോദ്യം ഉണ്ടായിരുന്നു. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സെസേഷൻ ഓഫ് മെൻസ്ട്രേഷൻ ഏറെയായിട്ട് വരാറുണ്ടോ? സെക്കൻഡറി അല്ലേ? കഴിഞ്ഞ എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയിൽ കാണുന്ന അമിനോറിയ ഈ പറഞ്ഞ ഫിസിയോളജിക്കലാണോ പെത്തോളജിക്കലാണോ? ഏതാ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? ഏതാണ്? ഫിസിയോളജിക്കലകത്ത് ഏതാ? ഫിസിയോളജിക്കലകത്ത് പ്രൈമറി ഓർ സെക്കൻഡറി? പ്രഗ്നൻസി എക്സാമിന് ചോദ്യമാണ്. പ്രഗ്നൻസിയിൽ കാണപ്പെടുന്ന അമിനോറിയ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സെക്കൻഡറി അല്ലേ? സെക്കൻഡറി അല്ലേ? സെക്കൻഡറി അല്ലേ? യെസ്. ക്ലിയർ ക്ലിയർ ക്ലിയർ. ഫിസിയോളജി ക്ലിയർ ആയി. ഫിസിയോളജി കിട്ടിയോ? ഫിസിയോളജി കിട്ടിയല്ലോ. ഫിസിയോളജിക്കൽ അമിനോർ കിട്ടിയല്ലോ. യെസ്. ഇനി അടുത്ത ഏതുണ്ട്? പെത്തോളജിക്കൽ. പെത്തോളജിക്കൽ അമിനോർ എന്ന് പറഞ്ഞാൽ പെത്തോൾ അടുത്തതായിരിക്കും. പെത്തോളജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖം കാരണമാണോ? പെത്തോളജി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസുഖം കാരണമാണോ? യെസ്. പെത്തോളജിക്കൽ അമിനോർ എന്ന് പറഞ്ഞായിരിക്കും എന്തെങ്കിലും ഒരു അസുഖം കാരണം. ഒരു പേര് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ഡിസീസ് കണ്ടീഷൻ ഇല്ലേ? എന്തോ ഒരു ഡിസീസ് കണ്ടീഷൻ കാരണം എന്താണ്? ആബ്സെന്റ് എന്ന് വിളിക്കാം. പെത്തോളജിക്കൽ അമിനോറി അല്ലേ? എന്തോ ഒരു അസുഖം കാരണം, ഒരു ഡിസീസ് കാരണം അമിനോറി വന്നാൽ പെത്തോളജിക്കലാണ്. ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ദ കൺസീൽഡ് അമിനോറി. അവിടെ കേട്ടുണ്ടോ? കൺസീൽഡ് ഓർ ട്രൂ എന്നൊക്കെ. കൺസീൽഡ് ഉണ്ടോണെങ്കിൽ കൺസീൽഡ് ഉണ്ടോ? അതുണ്ടോ? ഞാൻ നേരത്തെ ഇത് ക്രിപ്റ്റോ പറഞ്ഞ എന്താ പറഞ്ഞത്? ഇത് ബ്ലഡ് പുറത്തോട്ട് പോകും. നേരത്തെ ഇത് ക്രിപ്റ്റോ പറഞ്ഞപ്പോൾ ബ്ലഡ് പുറത്തോട്ട് പോകുന്നു പറഞ്ഞില്ലല്ലോ. പുറത്തോട്ട് പോയില്ലല്ലോ. ബ്ലഡ് പുറത്തോട്ട് പോകില്ലല്ലോ. കൺസീൽഡ് അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു അസുഖം കാരണം, ഒരു ഡിസീസ് കണ്ടീഷൻ കാരണം എന്തെങ്കിലും ബ്ലഡ് അകത്ത് തന്നെ കെട്ടി നിന്നാൽ എന്ത് ടൈപ്പാണ്? കൺസീൽഡ് അമിനോറി അല്ലേ? എന്തോ ഒരു അസുഖം കാരണം എന്ത് ചെയ്യുന്നു? പെത്തോളജിക്കൽ കണ്ടീഷൻ കാരണം ബ്ലഡ് പുറത്തോട്ട് പോകാതെ അകത്ത് തന്നെ നിന്നാൽ അത് കൺസീൽഡ് അമിനോറി എന്ന് വിളിക്കാം. ക്ലിയർ 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 ക്ലിയർ. യെസ്. ഇനി ടൈപ്പ് ഉണ്ടോ? ടൈപ്പ് ഉണ്ടോ? പെത്തോളജി ഒരു ടൈപ്പ് കൂടെ എന്താ? ട്രൂ ഇല്ലേ? കൺസീൽഡ് ഉണ്ട് ആൻഡ് ട്രൂ ഇല്ലേ? സെക്കൻഡ് ഇസ് ദ ട്രൂ. ട്രൂ എന്താ? പെത്തോളജിയിൽ എന്താ ദ ട്രൂ അമിനോറി? എന്താ പെത്തോളജിക്കകത്ത് ദ ട്രൂ എന്ന് പറയാം? എന്താ? റീപ്രൊഡക്റ്റീവ് ഓർഗന് എന്തെങ്കിലും ഒരു പെത്തോളജിക്കൽ അസുഖം വന്നു കാരണം, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അമിനോറി ഏതാ? റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തെങ്കിലും ഒരു പെത്തോളജിക്കൽ കണ്ടീഷൻ വന്നാൽ അത് കാരണം ഉണ്ടാകുന്ന അമിനോറി ഏതാ? ദ ട്രൂ അമിനോറിയ. ദ ട്രൂ അമിനോറിയ. മറക്കരുത്. യെസ്. ക്ലിയർ ക്ലിയർ. ഓർമ്മിക്കാനുള്ളത് പ്രഗ്നൻസി വരുന്ന ഏതാ? പ്രഗ്നൻസി വരുന്നതാ? പ്രൈമറി ഓർ സെക്കൻഡറി? സെക്കൻഡറി. സെക്കൻഡറി. ഇനി റീപ്രൊഡക്റ്റീവ് ഓർഗൻ അസുഖം കാരണം അമിനോറി വന്ന എന്താ? റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഒരു ഡിസീസ് കണ്ടീഷൻ വന്നത് കാരണം ഏതാ? ചറ പറഞ്ഞേ, ഉത്തരം പറയാം. ഏതായിരിക്കും? ട്രൂ ട്രൂ. ക്ലിയർ ക്ലിയർ. ഇനി പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ കുറവ് കാരണം വരുന്ന അമിനോറി ഏതാ? പിറ്റ്യൂട്ടറി ഹോർമോൺസിന്റെ കുറവ് കാരണം വരുന്ന അമിനോറി ഏതാ? 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 പ്രൈമറി. പ്രൈമറി അല്ലേ? അല്ലേ? പ്രൈമറി. ക്ലിയർ ആവുന്നുണ്ടോ? അല്ല ക്ലിയർ ആവുന്നുണ്ടോ? ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ പറയുന്ന പേരെന്താ? ചെറ പറഞ്ഞു. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ പറയുന്ന പേരെന്താ? അമിനോറിയ. അമിനോറിയ. ആൻഡ് ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന പേരെന്താ? The bleeding between the regular menses is called as എന്താ? Bleeding between regular menses is called as
മെട്രോളജി അല്ലേ? മെട്രോളജി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീരീഡ് റെഗുലർ ആണ് പക്ഷെ ദ ഫ്ലോ കുറഞ്ഞ എന്താ? പീരീഡ് റെഗുലർ ആണ് പക്ഷെ ഫ്ലോ കുറഞ്ഞ എന്താ? ഹൈപ്പോ. ഹൈപ്പോ ആണോ? ഹൈപ്പോ. ഇനി ഇനി എന്താണ്? ഇതിന്റെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലോ? ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലോ? ഇത് എമൗണ്ട് ഓഫ് ഫ്ലോ കുറഞ്ഞ എന്താണ്? പീരീഡ് എല്ലാം കറക്റ്റ് ആണ്, പീരീഡ്സ് എല്ലാം കറക്റ്റ് ആണ്, ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലോ? പീരീഡ് എല്ലാം കറക്റ്റ് ആണ്, ബ്ലഡ് ഫ്ലോ കുറഞ്ഞാലോ? ഓളിഗോ. ഓളിഗോ. ഇനി ദ പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന പേരെന്താ? ദ പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന പേരെന്താ? എന്താ? ദ പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് പറയുന്ന 7-8 ദിവസം വരെ നീണ്ടു പോകുന്ന ഏതാണ്? ഏതാ? മെനോസ്റ്റാക്സ് അല്ലേ? മെനോസ്റ്റാക്സ് അല്ലേ? അല്ലേ? ഇനി ബ്ലീഡിംഗ് റെഗുലർ ആണ്, ഇന്റർവെൽ കുറഞ്ഞ എന്താ? ബ്ലീഡിംഗ് റെഗുലർ ആണ്, ഇന്റർവെല്ലിൽ കുറഞ്ഞാൽ ഒരു 21 ഡേയ്സ് സൈക്കിൾ മാത്രം വന്ന് കണ്ടുപിടിക്കാം. പോളി. പോളി അല്ലേ? പോളി അല്ലേ? പോളി അല്ലേ? ഒരു 7 ഡേയ്സ് വരെ എക്സസീവ് ബ്ലീഡിംഗ് എന്ന് വിളിക്കാം. 7 ഡേയ്സ് വരെ എക്സസീവ് ബ്ലീഡിംഗ് എന്ന് വിളിക്കാം. ക്ലിയർ? കംപ്ലീറ്റ് ആ പഠിച്ചല്ല. മെൻസ്ട്രൽ സൈക്കിളും അബ്നോർമാലിറ്റീസ് എന്ന ചാപ്റ്റർ ഫുള്ള് പഠിച്ചു. മെൻസ്ട്രൽ സൈക്കിളും അബ്നോർമൽ പഠിച്ചു. രാവിലെ പെട്ടെന്ന് ക്ലാസ് മനസ്സിലായാലും ഇത്രയും ചോദിച്ചു കേട്ടോ. നമുക്ക് രാത്രി 9:30 കാണാം കേട്ടോ. രാത്രി 9:30 കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് 9:30 കാണാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് 9:30 കാണാം. അവിടെ പെൽവിസ് തുടങ്ങാം. നെക്സ്റ്റ് ഈസ് പെൽവിസ്. ഓക്കെ, നെക്സ്റ്റ് പെൽവിസും അതെല്ലാം പഠിക്കാം. സ്കള്ളും പെൽവിസ് ഒക്കെ ഇല്ലേ? ഫീറ്റൽ സ്കള്ളും പെൽവിസ് ഒക്കെ ഇല്ലേ? രാത്രി പഠിക്കാം.